മാറി നിൽക്കാം. പല സാഹചര്യങ്ങളുണ്ട്. പല സാഹചര്യങ്ങളിൽ നമുക്ക് ആത്മഹത്യ എന്താ പറയാ നേരിടേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനിത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്, ഞാൻ മൈക്ക് വയ്ക്കാൻ വിട്ടുപോയിരുന്നു. ഒരു പക്ഷേ ഞാൻ സംസാരിച്ചത് നിങ്ങൾ കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ആവർത്തിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ വീണ്ടും ആവർത്തിച്ചത്. 1 മിനിറ്റ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ഒരു പോലീസുകാരൻ ആത്മഹത്യ ചെയ്തു. ഇന്നലെ ആത്മഹത്യ ചെയ്തു. അതുപോലെ ധാരാളം പേർ നമ്മുടെ ഇടയിലുള്ളവർ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് വേറൊരു സ്ത്രീ പുഴയിലെടുത്ത് ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത് ഒരു യുവാവ് യഥാസമയം കണ്ടതുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെടുത്തി. അങ്ങനെ നിരവധി സന്ദർഭങ്ങളിൽ ആത്മഹത്യ കൂടിക്കൂടി വരുന്ന ഈ സാഹചര്യത്തിൽ, അങ്ങനെ ആത്മഹത്യ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ കൂടി വരുന്ന സാഹചര്യത്തിൽ നമുക്ക് അതിൽ നിന്ന് എങ്ങനെ മാറി നിൽക്കാം എന്നതിനെ കുറിച്ച് ഒന്ന് സംസാരിക്കാമെന്നാണ് കരുതുന്നത്. സീരിയസ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്തിടാം. എൻ്റെ ലൈവ് കാണുന്ന നിങ്ങൾ എനിക്ക് തരേണ്ട സപ്പോർട്ട് എന്ന് പറയുന്നത്, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർ ഷെയർ ചെയ്യുക. ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് ചെയ്താൽ എനിക്ക് വളരെ സന്തോഷം. കാരണം ഇപ്പോൾ കഴിഞ്ഞ ഏതാണ്ട് ഒരു 1.5 വർഷമായിട്ട് ഞാൻ അത്തരത്തിലുള്ള ക്ലാസ്സുകളൊന്നും പുറത്തുപോയി എടുക്കുന്നില്ല. ക്ലാസ്സുകൾ എടുക്കാത്തത് കൊണ്ട് ഈ ചാനലിൽ, ഈ ഡിഫറെന്റ് ആംഗിൾസ് എന്ന് പറയുന്ന ഈ ചാനലിൽ തന്നെയായിരുന്നു നേരത്തെ അത്തരം മോട്ടിവേഷൻ അല്ല, സൈക്കോളജിക്കൽ വീഡിയോകളും ലൈഫ് മെന്റിങ് വീഡിയോകളും ഒക്കെ ഉണ്ടായിരുന്നത്. എന്നാൽ കൊറോണയ്ക്ക് ശേഷം മാറി വന്ന സാഹചര്യത്തിൽ നമ്മുടെ ലൈവ് ക്ലാസ്സുകളൊക്കെ നിലച്ചു പോയപ്പോൾ, അതായത് നേരിട്ടുള്ള കോഴ്സുകളും മറ്റുമൊക്കെ നിലച്ചു പോയപ്പോൾ, പിന്നെ കേരളം മുഴുവൻ ഓടി നടന്ന് ക്ലാസ് എടുക്കണ്ട എന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. റിട്ടയർമെന്റ് ലൈഫിലേക്ക് പോകാം, വീട്ടിലിരിക്കാം, നമുക്കറിയാവുന്ന ഓൺലൈൻ ക്ലാസ്സുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യാം, പേഴ്സണാലിറ്റി അനാലിസിസ് ഒക്കെ ചെയ്യാം, ഓൺലൈൻ ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് സൈക്കോളജി കോഴ്സ് ഉണ്ട്, അതൊക്കെ ഒന്ന് ചെയ്യാം, അതിന്റെ സർട്ടിഫിക്കറ്റുകൾ ചെയ്യാം, പിന്നെ വേറെ കുറെ അറ്റസ്റ്റേഷൻ കാര്യങ്ങളൊക്കെ വരും, അതൊക്കെ നമുക്ക് ചെയ്യാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ചാനല് സാബു കൊട്ടോട്ടി എന്നുള്ള ചാനൽ മാറ്റി ഡിഫറെന്റ് ആംഗിൾസ് എന്ന പേരിൽ സംസാരിക്കാൻ തുടങ്ങിയത്. അതിൽ മറ്റുള്ളവരെന്ത് പറയുന്നു എന്നതല്ല, നമുക്ക് സാമൂഹ്യ പ്രതിബദ്ധതയോടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അത് മാത്രമല്ല, കാലിക പ്രസക്തിയുള്ള രാഷ്ട്രീയ കാര്യങ്ങളും മറ്റും എല്ലാം സംസാരിക്കാം എന്ന് കരുതിയിട്ടാണ്. അതിൽ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പോക്സോയെ കുറിച്ചും അതുപോലെ സ്ത്രീ സംരക്ഷണ നിയമത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിച്ചു. കുറെ കാലങ്ങളായി ഞങ്ങൾ ഒരു വിഭാഗമുണ്ട് ഇവിടെ വ്യാജ കേസുകൾ, ഇത്തരത്തിലുള്ള വ്യാജ കേസുകൾ കൊണ്ട് പൊറുതിമുട്ടുന്നവർക്ക് വേണ്ടിയിട്ട് സംസാരിച്ചു കൊണ്ടുവരുന്നു. അതൊക്കെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമാണ്, നമ്മൾ ചെയ്യേണ്ടതാണ് എന്ന് കരുതി തന്നെയാണ് ചെയ്യുന്നത്. ഇന്നിപ്പോ ഇത്രയധികം ആത്മഹത്യ പെരുകുമ്പോൾ ഇന്ന് 2 പേരാണ്, ഒരാൾ മരിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ഇപ്പൊ അറിയില്ല, സ്ത്രീ വെള്ളത്തിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ശ്വാസമുണ്ട്, അത് മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹനത്തിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ വാർത്ത മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അത് രക്ഷപ്പെട്ടോ മരണപ്പെട്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ മറ്റൊരു പോലീസുകാരൻ മരണപ്പെട്ട ഒരു വാർത്ത, ആത്മഹത്യ ചെയ്ത വാർത്ത തെക്കൻ കേരളത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തതായിട്ട് കുറച്ച് നേരത്തെ എനിക്ക് മനസ്സിലായി, കണ്ടിരുന്നു. അതിനിടയിലാണ് ഇന്നലെ മേലുദ്യോഗസ്ഥന്മാരുടെ പീഡനമോ മറ്റ് സ്ട്രെസ്സോ എന്തോ ആയിക്കോട്ടെ, ഏതിലായാലും ഒരാൾ ആത്മഹത്യ ചെയ്തു. അതായത് ഈ ലോകത്ത് അദ്ദേഹത്തിന് ജീവിക്കാൻ കിട്ടിയ അവസരം, ഏക അവസരമാണ്, അത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഈ ലോകം വിട്ടുപോയി. അതാണ് ആത്മഹത്യ എന്ന് പറയുന്നത്. ഒരു നിമിഷത്തെ നമ്മുടെ ആത്മഹത്യ എന്ന ഒരു ഇതുണ്ടല്ലോ, ആ ചിന്തയിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെടുന്നത് എന്താണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളത് ചെയ്യില്ല. പിന്നെ ഒത്തിരി പേർ നിയമപരമായി വളരെ സംരക്ഷണമുള്ളവർ പോലും, ഇപ്പോ ADM നവീൻ ബാബു, അദ്ദേഹത്തിന്റെ മരണം കൊലപാതകം എന്ന് നമ്മൾ സംശയിക്കുന്നു. അതേസമയം തന്നെ ഞാൻ എൻ്റെ ആദ്യ വീഡിയോയിൽ അദ്ദേഹം ഇൻവെസ്റ്റിഗേറ്റർ ആയതുകൊണ്ട് ആത്മഹത്യക്ക് സാധ്യത ഞാൻ പറഞ്ഞിരുന്നു. അതിപ്പോഴും ഞാൻ പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോ മാറിയ സാഹചര്യത്തിൽ അതൊരു ആത്മഹത്യയല്ല എന്ന മട്ടിലും വരുന്നുണ്ട്. അപ്പൊ കാര്യം എന്തായാലും മലയാളികൾക്ക് ആത്മഹത്യാ പ്രവണത കൂടി വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്തു വെച്ചാൽ ഒരുപക്ഷെ
നിങ്ങളൊക്കെ അത് ഷെയർ ചെയ്യുമ്പോൾ, മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ അത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ, ഒരു ജീവനെങ്കിലും നിലനിർത്താൻ ഉപകരിക്കുമെന്നുണ്ടെങ്കിൽ അത് ചെയ്യണം. അത് മറ്റുള്ളവരാരും ചെയ്യുന്നില്ല, അത് അറിയാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, അതോ അതിനെ കച്ചവടമാക്കി നിലനിർത്തുന്നുകൊണ്ടാണോ അതും അറിയില്ല. രണ്ടായാലും ഡിഫറെന്റ് ആംഗിൾസും സാബു കുട്ടോട്ടിയും അതൊരു ബിസിനസ് ആക്കി കൊണ്ട് വെക്കാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ലൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പതിവിന് വിപരീതമായിട്ട് മറ്റു വിഷയങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ഓരോന്ന് വളരെ ശക്തമായി നമ്മൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ആത്മഹത്യ എന്ന് പറയുന്ന ഒരു വിഷയം നമ്മൾ തിരഞ്ഞെടുത്തത്. വീണ്ടും എൻ്റെ വീഡിയോ എൻ്റെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ നിന്ന് ഞാൻ ഇതിനൊക്കെ പ്രതിഫലമായി പ്രതീക്ഷിക്കുന്നത് കുറെ കാശല്ല. ബൈജു കേസി ഒരു തവളച്ചിരി ചിരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് കേട്ട് വിശ്വസിക്കാഞ്ഞിട്ടാണോ ആക്കിച്ചിരിയാണോ എന്നറിയില്ല. ഏതായാലും സന്തോഷം കൊണ്ടുള്ള ചിരിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാന് ആത്മഹത്യയായിരുന്നോ അതോ ആണോ എന്നൊരു എനിക്കറിയില്ല. ചിലപ്പോ എന്തെങ്കിലും ആകാം, അത് അറിയില്ല, നമുക്കത് അറിയില്ലല്ലോ. നവീൻ ബാബു സാറിനെ കൊന്നതുപോലെ എന്ന് പറയുമ്പോൾ അതും നമുക്ക് കൊലപാതകമെന്ന് സാഹചര്യം കൊണ്ട് നമുക്ക് പറയാനല്ലേ പറ്റുന്നുള്ളൂ. അല്ലാതെ നമുക്ക് അത് അല്ലേ ലീല P2000 നമുക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? നമുക്ക് അതിനുള്ള തെളിവുകൾ കിട്ടിയിട്ടില്ല. നിലവിലുള്ള സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഒരു കൊലപാതകത്തിനുള്ള സാധ്യതയാണ് കൂടുതൽ, ആത്മഹത്യയേക്കാൾ കൂടുതൽ കൊലപാതകത്തിന്റെ സാധ്യതയാണ് കൂടുതൽ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ബാക്കി തീരുമാനിക്കേണ്ടത് കോടതിയാണല്ലോ. കോടതിയുടെ നിലപാട് മറ്റ് മീഡിയകൾ, മുഖ്യധാരാ മാധ്യമങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്ന ചാനലുകളും പത്രങ്ങളും തീരുമാനിക്കുന്നത് പോലെ സോഷ്യൽ മീഡിയകൾ തീരുമാനിക്കേണ്ട എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ആ തീരുമാനം നമുക്ക് കോടതിക്ക് വിട്ടുകൊടുക്കാം. ഏതായാലും നമുക്ക് ഈ ആത്മഹത്യക്കുള്ള കാരണം എന്താണ് എന്നതിലേക്ക് കടക്കണം. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടൺ കുത്തിപ്പൊട്ടിക്കുക, അതാണ് എനിക്ക് ആവശ്യം. എന്നിട്ട് നിങ്ങൾ വല്ലപ്പോഴും ഒരിക്കൽ എൻ്റെ ലൈവ് ഒക്കെ കാണാൻ വരിക. ഈ ലൈവ് ഷെയർ ചെയ്ത് ഞാൻ മാറ്റി പോസ്റ്റ് ചെയ്യുന്നുണ്ട്, ലൈവിൽ നിന്ന് മാറ്റി പോസ്റ്റ് ചെയ്യും. കാരണം ഇത് മറ്റുള്ളവർ കൂടി കാണേണ്ട വീഡിയോ ആണ്. എല്ലാവരും ലൈവിൽ തന്നെ പോയി കണ്ടോളണമെന്നില്ലല്ലോ. അതുകൊണ്ട് ഒരു 10 മിനിറ്റ് അത് കഴിഞ്ഞിട്ട് അതിന്റെ മൂല കാരണത്തിലേക്ക് ഞാൻ എത്തും. നമ്മൾ ഡിഫറെന്റ് ആംഗിൾസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 8:30 എന്ന് ഞാനൊരു ടൈം അനൗൺസ് ചെയ്താൽ 8:30 അത് 8:31 ആവൂല. ചിലർ 8:30 ലൈവ് വരെ പറയണമെന്നുണ്ടെങ്കിൽ ഒരു 8:45 തുടങ്ങാൻ എന്നൊക്കെ ചിലപ്പോൾ സംശയിച്ചേക്കാം. ഇതങ്ങനെയില്ല. നമുക്ക് ഈ ആത്മഹത്യയുടെ കാരണം പ്രഥമ കാരണം മുതൽ തുടങ്ങാം. പ്രഥമ കാരണം സൈക്കോളജിയാണ്. അവിടെ മുതൽ നമുക്ക് പോലീസുകാരുടെ സ്ട്രെസ്സോ മറ്റു കാര്യങ്ങളോ ഒക്കെ അതിലേക്ക് നമുക്ക് കടക്കാം. ഓരോരോ ഘട്ടമായി നമുക്ക് കടന്നു പോകാം. എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നതിന്റെ സൈക്കോളജി ഞാൻ ആദ്യം പറയാം. ഈ സൈക്കോളജി ചിലപ്പോൾ നിലവിലുള്ള സൈക്കോളജിസ്റ്റുകളോ മറ്റാരോ ചിലപ്പോൾ ഉൾക്കൊള്ളണമെന്ന് വരില്ല. അത് ഉൾക്കൊള്ളണമെന്ന് എനിക്ക് താല്പര്യവുമില്ല. ഇനി അതിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് അംഗീകരിക്കുകയുമില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം 2004 മുതൽ ഞാൻ പഠിച്ചു വരുന്ന പ്രാക്ടീസ് ചെയ്തു വരുന്ന എൻ്റെ മുന്നിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് അത് പ്രയോഗിച്ച് അവർക്ക് ഗുണമുണ്ടായിട്ടുള്ള, ചിലരുടെയെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചിട്ടുള്ള ആ ഒരു പ്രയോഗം, ഞാൻ പഠിച്ച അറിവ് ശരിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇതിപ്പോ ഇങ്ങനെ പറയാൻ കാരണം ചില സൈക്കോളജിസ്റ്റുകൾ വന്നിട്ട് നിങ്ങൾ പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞേക്കാം. അത് നിങ്ങൾക്ക് ശരിയല്ല, അത് എനിക്ക് ബാധകമല്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞു വെക്കട്ടെ. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഏതൊരു മനുഷ്യനും സന്തോഷകരമായിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. 100% സന്തോഷമായിരിക്കുന്ന ഒരവസ്ഥ. അതിനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എപ്പോഴും നമ്മൾ സന്തോഷവാനായിരിക്കാൻ ആഗ്രഹിക്കുന്നു. 100% സന്തോഷമുള്ള ഒരു വ്യക്തി എൻ്റെ ജീവിതം മടുത്തു, എനിക്കിനി ജീവിതം വേണ്ട, ഞാൻ വളരെ ഹാപ്പിയാണ്, ഒക്കെ എല്ലാം പൂർത്തിയായി, എല്ലാം കഴിഞ്ഞു, ഇനി ഞാനങ്ങ് മരിച്ചേക്കാം എന്ന് ചിന്തിക്കുന്ന, പണ്ട് മമ്മൂട്ടി പടത്തില് ആരോ ഒരാൾ ആത്മഹത്യ ചെയ്യാൻ പറഞ്ഞതുപോലെ, ഞാൻ ജീവിതം മടുത്തു, ഇനി ഞാൻ തന്നെ എവിടെ എന്ന് ചിന്തിച്ചുകൊണ്ട് ആ ആത്മഹത്യക്ക് പോകുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് എപ്പോഴും സന്തോഷവാനായിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഒരവസ്ഥയാണ് സന്തോഷം. പിന്നെ മറ്റൊരവസ്ഥയോ സങ്കടം എന്നാണ് നമ്മൾ പറയാം. സാഡ്നെസ്, സങ്കടം. സന്തോഷമില്ലാത്ത എല്ലാ അവസ്ഥയും സങ്കടമാണോ എന്ന് വെച്ചാൽ അല്ല. നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് സങ്കടം വരും. നമ്മൾ വേണ്ടപ്പെട്ടവരാരെങ്കിലും നമ്മളോട് പിണങ്ങിയാൽ നമുക്ക് സങ്കടം വരും. അത് നമുക്ക് വേദനിച്ചാൽ നമ്മൾ സങ്കടം വരും. അങ്ങനെ പല സന്ദർഭങ്ങളിലും സങ്കടം വരും. അതുപോലെ തന്നെയാണ് നമുക്ക് ദേഷ്യം വരുന്നത്. ഇപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആരോടും ദേഷ്യമൊന്നുമില്ല. ഞാൻ ദേഷ്യപ്പെടാറില്ല. ദേഷ്യപ്പെടില്ല എന്നല്ല, ദേഷ്യപ്പെടും. പക്ഷെ ദേഷ്യപ്പെടുന്നത്
മറ്റുള്ളവരെ കുറിച്ചുള്ള ദേഷ്യം മനസ്സിൽ വെച്ചുകൊണ്ടല്ല. പെട്ടെന്ന് ദേഷ്യപ്പെട്ടാൽ ആ ദേഷ്യം മനസ്സിൽ വെച്ചുകൊണ്ടല്ല ചെയ്യുന്നത്, അത് അപ്പോൾ തന്നെ കഴിയും, അത് ഒഴിവാക്കും. അതാണ് ദേഷ്യത്തിന്റെ ഒരു കഥ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഉണ്ട്, എനിക്കുമുണ്ട്, നിങ്ങൾക്കുണ്ട്, ഇതിൽ മുഴുവൻ ആൾക്കാരും ഉണ്ട്. മനുഷ്യനാണെങ്കിൽ ദേഷ്യം ഉണ്ടാവും. പിന്നെ ഉള്ളതാണ് പേടി, ഫിയർ. പേടി എന്ന് പറഞ്ഞാല് ഒരു ക്ഷേത്രത്തിന്റെ ഉള്ളിൽ, ഒരു അമ്പലത്തിൽ, ഒരു കാവിന്റെ ഉള്ളിലൂടെ നടന്നു പോകുന്ന വ്യക്തി ഒരു 10-12 മണിയ സമയത്ത് ഇങ്ങനെ നടന്നു പോവുക. അപ്പോഴാണ് മുന്നിൽ ഒരു ചക്ക വീഴുന്നത്, ചക്കയോ തേങ്ങയോ വന്ന് വീഴുന്നത്. ആ സമയത്ത് വിവരം അറിയല്ലോ. പിന്നെ ഒന്ന് ഫീസ് അടിച്ചു പോവും, അല്ലെങ്കിൽ ചെമ്പരത്തി പൂ വെക്കും. ഇതിലേതെങ്കിലും ഒന്ന് സംഭവിക്കും. ഈ ഒരു 4 അവസ്ഥയാണ് ഞാൻ വെക്കുന്നത്. അതായത് ഇമോഷനുകളെ 4ആയിട്ടാണ് ഇപ്പൊ ഞാൻ വെക്കുന്നത്. കൂടുതലുണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ ഇതിൽ 4 എണ്ണത്തിൽ ഒതുങ്ങിയതാണ് എല്ലാം. ഇതിൽ വെച്ച് ഒരാൾ ആത്മഹത്യയിലേക്ക് എങ്ങനെ പോകുന്നു, എങ്ങനെ പോകാൻ സാധ്യതയുണ്ട് എന്നത് ഞാൻ ഓരോന്നും അനാവരണം ചെയ്യണം. ആദ്യത്തെ അവസ്ഥയിൽ ഹാപ്പിനെസ്സിൽ, സന്തോഷത്തിൽ ഒരു വ്യക്തിയും ആത്മഹത്യ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സന്തോഷം കൊണ്ട് ആത്മഹത്യ ചെയ്യാൻ പോകുമാരെങ്കിലും പോവില്ല. അപ്പൊ സന്തോഷം കൊണ്ട് ആത്മഹത്യ ചെയ്യാൻ പോവില്ല. അതുകൊണ്ട് തന്നെ സന്തോഷത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു ബേസിക് ഹോർമോൺ ഉണ്ട്, ഹാപ്പിനെസിന്റെ ഹോർമോൺ. സെറോട്ടോണിൻ പോലെയുള്ള ഹാപ്പിനെസ് ഹോർമോൺ നമ്മുടെ ബോഡിയിൽ ഫോം ചെയ്യുന്നു നല്ല സന്തോഷമുള്ള സമയത്ത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നല്ല സന്തോഷത്തിൽ നിലനിൽക്കും. ഇപ്പോ യൂട്യൂബേഴ്സിനൊക്കെ എല്ലാ മാസവും 21-ാം തീയതി മുതൽ 26-ാം തീയതി വരെ ഈ സന്തോഷം, 27-ാം തീയതി വരെ സന്തോഷത്തിന്റെ ദിനങ്ങളാണ്. കാരണം ആ സമയത്താണ് അവർക്ക് റവന്യൂ കിട്ടുന്നത്. അതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. സാധാരണ 1-ാം തീയതി പിന്നെ ഒരു എന്താ പറയാ, സന്തോഷത്തിന്റെ ദിനങ്ങളായിരുന്നു. ഞാൻ പറയുന്നത് കേൾക്കാതായി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ കേൾക്കുന്നില്ല എന്ന് പറയണം കേട്ടോ. കാരണം ഞാൻ നിങ്ങളിൽ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ മൈക്കിലേക്ക് നോക്കുന്നില്ല, മൈക്കൊരല്പം ചാർജ് കുറവുണ്ട്. അതുകൊണ്ട് അവർക്ക് കൃത്യമായ ശമ്പളം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 1-ാം തീയതി ഒരു വളരെ സന്തോഷമാണ്. അതൊരു 25, 26 ആവുമ്പോൾ വളരെ സങ്കടവും വരും. പിന്നെ 1-ാം തീയതി എങ്ങനെയെങ്കിലും എത്തിയാൽ മതി എന്നുള്ളതാണ്. അപ്പൊ ഒരു സങ്കടം ഇല്ലേ? അപ്പോൾ ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ ഒരാളും ആത്മഹത്യ ചെയ്യില്ല. അങ്ങനെ തന്നെ നമുക്ക് കരുതാം. അപ്പോൾ സെറോട്ടോണിൻ പോലെയുള്ള ഹാപ്പിനെസ് ഹോർമോണാണ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതാണ് മനുഷ്യന് വേണ്ടത്. പക്ഷെ അത് അളവ്, ഞാനിപ്പോ നിങ്ങളൊരു അളവ് പറയുകയാണെങ്കിൽ, ഒരു അളവ് പോലെ എന്തെങ്കിലും ഒരു അളവ് വേണമല്ലോ, അത് വെച്ചിട്ടാണ് നമുക്ക് പറയാൻ പറ്റുക. ഇത് ഒരു അളവ് പാത്രമായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. ഇതിന്റെ കാൽഭാഗം മാത്രമേ ഹോർമോൺ കിട്ടുള്ളൂ, ബാക്കി 3/4 ഭാഗവും കാലിയാണ്. അങ്ങനെ കണക്കൂട്ടാൽ മതി. ഓക്കെ. അപ്പോൾ ആ കാൽഭാഗം നമുക്ക് ആവശ്യമുള്ള ഹോർമോൺ, ഹാപ്പിനെസിന്റെ ഹോർമോൺ വരുന്നു, ബാക്കി 3/4 ഭാഗവും കാലിയായി കിടക്കുന്നു. എന്നാൽ അതേ സമയം തന്നെ സങ്കടം വന്നാലോ? സങ്കടം വരുന്ന സമയത്ത് അതേ പാത്രത്തിന്റെ പകുതി നിറഞ്ഞിരിക്കും, ബാക്കി പകുതി കാലിയിരിക്കും. പക്ഷെ ഈ പകുതി നിറയുന്നത് നേരത്തെ നിറഞ്ഞ സാധനമല്ല, അഡിനാലിൻ പോലെയുള്ള സ്ട്രെസ് ഹോർമോണുകളാണ് നിറയുക, സ്ട്രെസ്സിന്റെ ഹോർമോണുകളാണ് നിറയുക. മനസ്സിലായില്ലേ? പകുതി. ഇനി ദേഷ്യം വരുമ്പോ അത് ഏകദേശം 3/4ഓളം എത്തും. പേടി വരുമ്പോ അത് നിറച്ചങ്ങോട്ട് തരും. ഒക്കെ സ്ട്രെസ് തന്നെയാണ്. അപ്പോൾ സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരു അല്പമേ കിട്ടുള്ളൂ, ഹാപ്പിനെസ് ഉണ്ടെങ്കിൽ ഒരു അല്പം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. പക്ഷെ സങ്കടം വരുമ്പോൾ അതിന്റെ ഇരട്ടി സ്ട്രെസ് കിട്ടും. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഒന്ന് കണക്ക് കൂട്ടി നോക്കൂ നമ്മുടെ ജീവിതങ്ങൾ. നമുക്ക് നല്ല സന്തോഷത്തിൽ ഇരിക്കുന്ന സമയത്ത് ഇതാണ് ഒരു കണ്ടീഷൻ എന്നുണ്ടെങ്കിൽ, ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ, അടുത്ത നിമിഷം സങ്കടം വന്നു കഴിഞ്ഞാൽ, അതൊരു വല്ലാത്ത സങ്കടമായി പോയി കഴിഞ്ഞാൽ, നമുക്ക് ഒരു 50% നമുക്ക് സ്ട്രെസ് ഹോർമോൺ കയറി കഴിഞ്ഞാൽ, ആ 50-ൽ നിന്ന് ഈ 25 കൂട്ടിക്കഴിച്ചു കഴിഞ്ഞാൽ ബാക്കി സ്ട്രെസ്സാണ് ബാക്കി വരിക. അപ്പൊ നമുക്ക് നമ്മുടെ മനസ്സ് സുഖമായിരിക്കില്ല. അത് 75% ദേഷ്യത്തിലാണെന്നുണ്ടെങ്കിലും അത് തന്നെയാണ് അവസ്ഥ. 100% ഫിയർ ആണെങ്കിലും അത് തന്നെയാണ് അവസ്ഥ. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത് നമ്മൾ അവിടെ മുതലാണ് തുടങ്ങേണ്ടത്. പോലീസുകാരിലും എല്ലാവരും വരാം, നമ്മളിൽ എല്ലാവരിലേക്കും എത്താം. കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത് എന്തിനാണ്? പ്രധാനമായിട്ട് കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത് അവരോട് നമ്മൾ ദേഷ്യപ്പെടുന്നത് കൊണ്ടാണ്. പ്രധാനമായിട്ട് എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അതിൽ രക്ഷിതാക്കൾ അവരെ മണ്ടയിൽ കൊണ്ടുവെക്കുന്നത് ദേഷ്യമാണ്. ദേഷ്യത്തിൽ 75% സ്ട്രെസ് നമ്മൾ അവരിലേക്ക് വിളമ്പാണ്. 75% സ്ട്രെസ് നമ്മൾ അവരിലേക്ക് വിളമ്പോ ആ 75% സ്ട്രെസ് നമ്മളിലും ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ 75% അവർക്ക് വിളമ്പുമ്പോൾ അതൊക്കെ ആവശ്യമുള്ളതാണോ? അല്ല. അവർക്കത് കിട്ടുമ്പോൾ നമ്മൾ അവരോട് ദേഷ്യപ്പെടുന്ന സമയത്ത് നമ്മളോട് അവർക്ക് എന്താണ് തോന്നുക?
സന്തോഷം തോന്നോ, സങ്കടം തോന്നോ, ദേഷ്യം തോന്നോ, പേടി തോന്നോ? രണ്ട് കാര്യങ്ങളാണ് തോന്നുക. ഒന്ന് സങ്കടം, പിന്നെ നമ്മളോട് ദേഷ്യം. നമ്മൾ ഇറക്കി വിടുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ പോകേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് പേടിയും തോന്നും. ഏതായാലും സന്തോഷം തോന്നൂല. അതുകൊണ്ട് തന്നെ 100% അവരെ സംബന്ധിച്ചിടത്തോളം സ്ട്രെസ്സാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ സ്ട്രെസ്സിൽ നിന്ന് പിന്നെ നമ്മൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? അതിനെ അതിജീവിക്കാൻ കെൽപ്പുള്ളവരാണ് കൂടുതലും എന്നതുകൊണ്ടാണ് അവർ അതിനെ പ്രതിരോധിച്ച് നിൽക്കുന്നത്. അതുകൊണ്ട് അവർ ആത്മഹത്യ ചെയ്യുന്നില്ല. പക്ഷെ ബഹുഭൂരിപക്ഷവും ആത്മഹത്യ ചെയ്യുന്നത് ഈ ഒരു സൈക്കോളജിക്കൽ അവസ്ഥയിൽ നിന്നാണ്. സൈക്കോളജി പറഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ളതിലേക്ക് പോകാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത് ആദ്യം പറഞ്ഞത്. ഈ ഒരു സങ്കടാവസ്ഥ അല്ലെങ്കിൽ ഒരു ദേഷ്യം കൊണ്ടല്ല, ഒരു പേടിന്റെ അവസ്ഥ. ഈ രണ്ടവസ്ഥ, ദേഷ്യം നമ്മൾ കൊടുക്കുന്നതാണ്. നമ്മൾ കൊടുക്കുമ്പോൾ അവർക്ക് സങ്കടവും പേടിയും തോന്നും, നമ്മളോട് ദേഷ്യം തോന്നും. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്ട്രെസ് ഇങ്ങനെ ഹോർമോൺ അടിച്ചു കയറുമ്പോൾ ഇനി ഞാൻ കാണിച്ചു തരാം, ഞാൻ ജീവിച്ചിരിക്കുന്നില്ല, ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുട്ടികൾ ആത്മഹത്യ ചെയ്യും. അങ്ങനെയാണ് കുട്ടികളുടെ ആത്മഹത്യ നല്ല ശതമാനം ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് സൊല്യൂഷനൊക്കെ ഞാൻ അവസാനം പറഞ്ഞുതരാം കേട്ടോ. അവസാനം പറഞ്ഞിട്ടേ ഇത് അവസാനിപ്പിക്കുള്ളൂ. നമ്മൾ 9:30 വരെ ഈ ലൈവ് നീണ്ടു നിൽക്കും. നിങ്ങൾ മറ്റുള്ളവരെ പറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരിക. നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് സബ്സ്ക്രൈബ് മാത്രമാണ്. അത് നിങ്ങൾ ചെയ്യണം നിർബന്ധമായിട്ട്. നിങ്ങൾ ചെയ്യാൻ വേണം, ഷെയർ ചെയ്യാൻ വേണം. ചുമ്മാ അല്ലല്ലോ, ചോദിച്ചിട്ടില്ലേ, തന്നൂടെ നിങ്ങൾക്ക്? അപ്പൊ അത് നിൽക്കട്ടെ. അപ്പോ കുട്ടികളുടെ കാര്യം ഇങ്ങനെ. ഇനി എങ്ങനെയാണ് ഒരു ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പോലീസുകാർ ആത്മഹത്യ ചെയ്തു ഇല്ലേ? കഴിഞ്ഞ ദിവസം ഒരു ആത്മഹത്യ ചെയ്തു. അത് പിന്നെ അരീക്കോട് ഒരു പോലീസുകാരൻ ആത്മഹത്യ ചെയ്തു. അതിനു മുമ്പ് നമുക്ക് മറ്റേ ഡിവൈഎസ്പി ഹരികുമാറിൽ നിന്ന് ഇങ്ങോട്ട് വരാം. ഡിവൈഎസ്പി ഹരികുമാർ എന്തിനാണ് ആത്മഹത്യ ചെയ്തത്? എന്തുകൊണ്ടാണ് ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പ്രവചിക്കാൻ കാരണം എന്നറിയോ? ഈ ഒരു മെത്തേഡ് കൊണ്ടാണ്. അതായത് അദ്ദേഹത്തിന് സംഭവിച്ചു പോയത് ഒരു അബദ്ധമാണെന്ന് അദ്ദേഹത്തിന് അറിയാം. അതിൽ വളരെ വലിയ സങ്കടമുണ്ട് അദ്ദേഹത്തിന്. അപ്പൊ അവിടെ കയറിയ സ്ട്രെസ്. കാരണം ഒരു ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറയും. ഇൻവെസ്റ്റിഗേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം, ഹ്യൂമൻ കാറ്റഗറിയിൽ കുറെ വിഭാഗങ്ങളുണ്ട്. ആ കുറെ വിഭാഗങ്ങളിൽ 2-3 വിഭാഗം പെട്ടെന്ന് സ്ട്രെസ് കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് ആത്മഹത്യ ചെയ്യുന്നവരാണ്. മുന്നും പിന്നും നോക്കൂല. ആ ഒരു സ്റ്റേജ് നമുക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞാൽ പിന്നെ അവരെ നമുക്ക് ജീവിപ്പിക്കാം. അതിനുവേണ്ടിയാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. അപ്പൊ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, സ്ട്രെസ് കയറുന്ന ആൾക്കാർ എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ ആത്മഹത്യ ചെയ്യണം തോന്നിയാൽ നിങ്ങളത് ചെയ്യരുത്. അത് ക്ഷണികമായിട്ടാണ്. ഇൻവെസ്റ്റിഗേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവും? കൂടുതലും ഇൻട്രോവേർട്സ് ആയിരിക്കും അവർ. എക്സ്ട്രോവേർട്സ് ആയിരിക്കില്ല, ഇൻട്രോവേർട്സ് ആയിരിക്കും. അധികം ആരുമായിട്ടും ഒരുപക്ഷെ അവരുടെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞോളണമെന്നില്ല. ഇരുണ്ട നിറങ്ങള്, ഡാർക്ക് ബ്ലൂ പോലെ, ബ്ലാക്ക് പോലെയുള്ള നിറങ്ങളോട് അവർക്ക് കൂടുതൽ ഇഷ്ടമുണ്ടാകും. അങ്ങനെ നമുക്ക് കണ്ടാൽ തിരിച്ചറിയും. കാല് വല്ലാണ്ട് വലിച്ചു വെച്ച് നടക്കില്ല, അടുപ്പിച്ചിങ്ങനെ നടക്കും. വലിയ വേഗത്തിൽ ചിലപ്പോൾ നടന്നോളണമെന്നില്ല. അത്യാവശ്യം ഹൈറ്റ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ സച്ചിൻ ടെണ്ടുൽക്കറുടെ സൗണ്ട് ഏകദേശം വോളിയം അതുപോലെയുള്ള സൗണ്ടൊക്കെ ആയിരിക്കാം. ചിലപ്പോൾ വലിയ സോഡാ കുപ്പി കണ്ണടയൊക്കെ ഉണ്ടായിരിക്കാം. അങ്ങനെ ഇങ്ങനെ വ്യത്യസ്തമായ രൂപഭംഗിയുള്ള ആൾക്കാരെയാണ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് നമ്മൾ പറയുന്നത്. അതിന്റെ റെഡിമെയ്ഡ് ആകുമ്പോൾ മാറും കേട്ടോ. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസുകൾ വേറെ വിഭാഗമുണ്ട്. ഇങ്ങനെയുള്ള എന്ന് പറഞ്ഞ നല്ല പഠിപ്പിസ്റ്റുകളായിട്ടുള്ള ആൾക്കാരൊക്കെ. അപ്പൊ അത്തരത്തിലുള്ള ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അവരൊക്കെ ആത്മഹത്യ ചെയ്യാൻ പ്രവണത കൂടുതലാണ്. അവര് ചെയ്യുന്നതാണ് ശരി, അല്ലെങ്കിൽ അവർ തെറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ തനിക്കൊരു അബദ്ധമാണ് പറ്റിയത്, മനഃപൂർവ്വമല്ല, ഇങ്ങനെ ഉള്ള തോന്നലുകൾ മനസ്സിൽ കയറി കഴിഞ്ഞാൽ ഒരു വല്ലാത്ത ഒരു ഫിയർ ഇങ്ങനെ കയറി വരും. ആ ഫിയർ കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. ഇപ്പോൾ ഡിവൈഎസ്പി ഹരികുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അറസ്റ്റ് ചെയ്തിട്ടുള്ള, ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ള പ്രതികൾ ജയിലിൽ കിടപ്പുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്തേക്കാണ് അദ്ദേഹം ആ പ്രതികളോടൊപ്പമാണ് ഒരു പക്ഷേ ഇദ്ദേഹം ചെന്ന് കിടക്കേണ്ടി വരിക. അവരെടുത്ത് പഞ്ഞിക്കിടും. അത് സ്വാഭാവികമാണ്. കാരണം ജയിലിൽ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലെയാണല്ലോ. ഒരുപക്ഷെ നമുക്ക് അല്ലാതെ തന്നെ സംസാരിക്കാമെന്നും നമുക്ക് വേറെ സെല്ലും അല്ലെങ്കിൽ ഇതുപോലെ റിമാൻഡ് പ്രതികൾക്കൊപ്പമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സുരക്ഷിതമായ ആൾക്കാർക്കൊപ്പമോ തന്നെ പാർപ്പിക്കാൻ ഒരു സംവിധാനം ഉണ്ടെന്നും അത് കഴിഞ്ഞ് ജാമ്യത്തിൽ ഇറങ്ങാമെന്നും പിന്നെ കേസ് വാദിച്ച് തനിക്ക് ജയിക്കാമെന്നും തന്റെ നിരപരാധിത്വം അല്ലെങ്കിൽ തനിക്ക് പറ്റിയ കയ്യബദ്ധമാണ് എന്ന് വെച്ചുകൊണ്ട് അതെന്ന് ശിക്ഷയിൽ നിന്ന് എന്തെങ്കിലും മോചനം നേടാൻ പറ്റുമെന്ന് നോക്കാമെന്നുള്ളൊരു പുനർവിചിന്തനമൊന്നും അവിടെ ചിന്തിക്കുന്നില്ല. അവിടെ ചിന്തിക്കുന്നത് ഞാൻ ചെന്ന് കിടക്കേണ്ടത് ഇന്ന സ്ഥലത്താണ്, അത് നാണക്കേടാണ്, അവരെന്തെങ്കിലും പറഞ്ഞാൽ, അവരെന്തെങ്കിലും ചെയ്താൽ തനിക്കത് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല. അപ്പോ അവിടെ അഭിമാനം എന്ന ഒരു ദുരഭിമാനം അവിടെ പൊന്തി വരികയാണ് ചെയ്യുക ആ സമയത്ത്.
അഭിമാനം എന്നൊരു ദുരഭിമാനം പൊന്തി വരുമ്പോൾ അതിൽ നിന്ന് സൊല്യൂഷൻ എന്താ? ഇനി ഞാൻ നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും, ഞാൻ എങ്ങനെ ചെയ്യും? അപ്പോൾ തീർന്നേക്കാം, മരിച്ചേക്കാം. ആത്മഹത്യ ചെയ്യുന്ന ഒരുപാട് വിധത്തിലാണ്. ഒന്ന് കടം കയറി ആത്മഹത്യ ചെയ്യും. എല്ലാ ഭാഗവും നമ്മളോട് സംസാരിക്കട്ടോ. കടം കയറി ആത്മഹത്യ ചെയ്യുന്ന കടത്തിൽ നിന്നൊക്കെ നമുക്ക് മോചനം നേടാം. അതിനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സംസാരിക്കും. നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ടാ അതുകൂടെ ഒന്ന് ഇടി, എന്നാലും നമുക്കൊന്ന് പറ്റുള്ളൂ. അത് പുതിയതായിട്ട് വന്നവര് നമ്മളെ ലൈക്ക് ബട്ടണൊക്കെ ഒന്ന് കുത്തിപ്പൊട്ടിക്കും. അതുപോലെ സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യും. ചോദിക്കുന്നതെന്ന് അറിയാം, പിശുക്കന്മാരാണ് മലയാളികൾ, എത്ര പറഞ്ഞാലും ചെയ്യില്ല. അതുകൊണ്ട് ചോദിക്കാൻ എനിക്ക് യാതൊരു ഉളുപ്പും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കും. അത്രയും തന്നെ ചിന്തിച്ചാൽ മതി. ഓക്കെ, അപ്പോ ഈ ഹരികുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അവിടെ ഒരു അഭിമാനം അങ്ങനെ കയറി. ജോണി അതാണ് അല്ലേ? നമ്മൾ പറയാൻ നമുക്ക് പറയണമല്ലോ അല്ലേ? അപ്പോ അദ്ദേഹം എന്തോ കരുതി, ഇനി പോയി, തന്റെ അഭിമാനം പോയി. തന്റെ മക്കള്, തന്റെ ഭാര്യ, നമ്മുടെ നാട്ടുകാർ മറ്റുള്ളവർ മുന്നിൽ എങ്ങനെ നോക്കും? കണ്ണുകൊണ്ട് നോക്കണം. മനുഷ്യന് മറവി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. മറവി. എത്ര കാര്യങ്ങൾ ചെയ്താലും, എന്തൊക്കെ തോന്നിയാസങ്ങൾ ചെയ്താലും, എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും, എവിടെയൊക്കെ പോയാലും, എന്ത് ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ജനം അതെല്ലാം മറക്കും, നമ്മളുമായി മിങ്കിൾ ചെയ്യും. അത് ചെയ്യാൻ സാധിക്കും. DYSP ഹരികുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഇരുളടഞ്ഞ ഭാവിയല്ല, കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ പോയതെല്ലാം തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്ട്രെസ് കയറിയ സമയത്ത്, അങ്ങോട്ട് മണ്ടേ കയറിയിരുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ അദ്ദേഹത്തെ ഒന്ന് വിളിക്കുകയോ അദ്ദേഹത്തിന് സാരമില്ല, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം എന്നൊന്ന് പറയുകയോ ചെയ്തിരുന്നെങ്കിൽ, ഇത്രയും ചെയ്തിരുന്നെങ്കിൽ സുഖമായിട്ട് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താമായിരുന്നു. അതാണ് ഞാൻ ചെയ്തത്. അത് ഞാൻ നേരെ DYSP KK രവീന്ദ്രൻ ഇതേ ഒരു അവസ്ഥയിൽപ്പെട്ടപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കാർ എടുത്തു നേരെ പാഞ്ഞു. കാര്യം അദ്ദേഹം ആദ്യം കുറച്ച് ദിവസം അദ്ദേഹത്തിന്റെ ഡോക്യുമെന്റ് ഒക്കെ എനിക്ക് തന്നു, RTI അയച്ചു, അതിന് കാര്യങ്ങളൊക്കെ ചെയ്തു. അദ്ദേഹത്തിന്റെ കാസർഗോട്ടേക്ക് സ്ഥലം മാറ്റിയത് തിരിച്ച് തൃശ്ശൂരേക്ക് കൊണ്ടുവരുമെന്ന് ഉറപ്പിച്ചു. പക്ഷെ ഈ വിവരം അദ്ദേഹത്തെ അറിയിക്കാൻ വേണ്ടി ഒന്നും ഫോൺ എടുക്കുന്നില്ല. അപ്പൊ എനിക്കൊരു അപകടം മണത്തു. ഞാൻ വണ്ടി എടുത്ത് നേരെ പാഞ്ഞു. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം അത് ഒരു എന്താ പറയുക, ഒരു പൂജാമുറിയുണ്ട്, അതിന്റെ ഉള്ളിൽ കയറി കഥകടച്ച് അവിടെ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു. കാരണം അത്രത്തോളം സ്ട്രെസ്സാണ്. അദ്ദേഹം ഡ്യൂട്ടിയിലായിരുന്നു. ഇന്ന് പെൻഷനൊക്കെ പറ്റി സുഖമായിട്ടിരിക്കുകയാണ്. ഒരു പാപം മനുഷ്യനാണ്. നമ്മള് ഈ പോലീസുകാരെയൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ ക്ലോസില് നമ്മൾ സംസാരിക്കും, വിമർശിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സത്യത്തിൽ അവരെ അടുത്തറിയുന്ന ഒരാളെന്ന നിലയിൽ വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രമേ ഉള്ളൂ ക്രൂരന്മാര്. ബാക്കിയുള്ളവരൊക്കെ നല്ല മനുഷ്യന്മാരാ. ഞാൻ എന്റെ ക്ലിനിക്ക് ഉണ്ടായിരുന്ന സമയത്ത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഉച്ച കഴിഞ്ഞാല് 1 2 പോലീസുകാർ നമ്മുടെ ക്ലിനിക്കിൽ ഉണ്ടാവുമായിരുന്നു, അവരുടെ വിഷമങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഒരുപാട് പേരെ എനിക്കറിയാം, ഒരുപാട് പോലീസ് സുഹൃത്തുക്കളുണ്ട്, അവർ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. അതൊക്കെ കൊണ്ടാണ്, അതിന്റെ കാര്യം ഞാൻ പറയാം. അപ്പോൾ ഈ DYSP ഹരികുമാറിന്റെ ആത്മഹത്യ ഇങ്ങനെയാണ് ഉണ്ടായത്. അദ്ദേഹത്തിന് നാളെ മറ്റൊരു പ്രതീക്ഷ ഇല്ല എന്നുള്ള ഒരവസ്ഥയിൽ അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥയിലെത്തി. പക്ഷെ അദ്ദേഹത്തിന്റെ ഞാൻ ഈ പറഞ്ഞ പ്രതീക്ഷ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം, വേണ്ട, ഈ ലോകത്തൊരു ജീവിതമല്ലേ, ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ കുട്ടികൾക്ക്, അവർക്ക് ആരും ഉണ്ടാവില്ല, എന്താണ് അവസ്ഥ എന്ന് അറിയാൻ പറ്റില്ല, അപ്പൊ ഞാൻ നിൽക്കണം, ഇതിനെയൊക്കെ അതിജീവിക്കാൻ എനിക്ക് പറ്റും എന്ന ഒരു തോന്നൽ അവിടെ ഉണ്ടാക്കിക്കൊണ്ട് കേസ് പറയാനുള്ള സൗകര്യങ്ങൾ കാര്യങ്ങളെല്ലാം ഒരുക്കാമായിരുന്നു. അതായിരുന്നു വേണ്ടിയിരുന്നത്. എന്നാൽ അദ്ദേഹം ഒന്ന് ജീവിച്ചിരുന്നേനെ. അതുപോലെ തന്നെയാണ് ആ വെടിവെച്ച് കൊന്നതല്ല, വെടിയേറ്റ് മരിച്ചതാണെന്ന് പറയുന്നുണ്ട്. സ്വയം വെടിവെച്ച് മരിച്ചു എന്ന് പറയുന്നുണ്ട് ആ പോലീസുകാർ. അദ്ദേഹത്തിന്റെ പ്രശ്നം എന്താണ്? അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയാണ്. ഗർഭിണിയായ അവരെ പരിചരിക്കാനോ കൃത്യമായിട്ട് പോകാൻ കഴിഞ്ഞില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വിഷമം എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് പറയുന്നത്. കുടുംബവുമായിട്ട് യോജിച്ച് നിൽക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം ഒരു പ്രവാസിയായിരുന്നെങ്കിലോ? ഓക്കെ, അദ്ദേഹം ഒരു പ്രവാസിയായിരുന്നെങ്കിലോ? ഇവിടെ കേരളത്തിൽ അരികോടായിരുന്നത് കൊണ്ടാണല്ലോ വീട്ടിൽ പോകാൻ പറ്റുന്നത്. പ്രവാസ ലോകത്ത് ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു പക്ഷേ ലീവ് എടുത്ത് പോരാനൊന്നും കഴിഞ്ഞോളണമെന്നില്ല. അപ്പൊ നാട്ടില് അവരുടെ കുടുംബാംഗങ്ങളും മറ്റുള്ളവർ ആ കാര്യം ചെയ്തോളും. അവിടെ സൊല്യൂഷൻ ഉണ്ട്. അപ്പോ അതല്ല കാരണം, മറ്റെന്തോ ഉണ്ട്. അവിടുത്തെ പീഡനമാകാം, മറ്റെന്തെങ്കിലും ആകാം. അപ്പൊ തന്നെ പിടിച്ചണച്ച് കൂട്ടിയിടേക്കാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് എന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരുപക്ഷെ വന്നിട്ടുണ്ടാകാം. കുട്ടൂസ് മീഡിയ സാർ, ഡിപ്രഷൻ ആണെന്നുണ്ടെങ്കിൽ കുട്ടൂസൻ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണുക, മെഡിസിൻ കഴിക്കുക കേട്ടോ. നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ പോയി കാണാം.
ഭ്രാന്തന്മാരെ ചികിത്സിക്കാനാണ് സൈക്കാട്രിസ്റ്റ് എന്നുള്ള ചിന്ത വേണ്ട. അത് തെറ്റാണ് കേട്ടോ. നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കാണുക, മെഡിസിൻ എടുക്കേണ്ടി വരികയാണെങ്കിൽ മെഡിസിൻ കഴിക്കുക കേട്ടോ. പിന്നെ ഒരു പക്ഷെ ആ മെഡിസിൻ അവിടെ നിന്ന് വാങ്ങാൻ പ്രയാസമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് മാറിയിട്ട് ജനൌഷധി മറ്റേതുണ്ടാവും, ജനൌഷധി പോയിട്ട് വാങ്ങിയാൽ മതി. അപ്പോ മറ്റ് കമ്പനിയുടെ വലിയ തലയ്ക്കും പരിപ്പൊന്നും ഇല്ലാത്ത നല്ല മെഡിസിൻ വാങ്ങാൻ കിട്ടും. ഓക്കെ. ഡിപ്രഷൻ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഇൻവെസ്റ്റിഗേറ്റേഴ്സ് കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ ഡിപ്രഷൻ ആയിരിക്കുകയുമില്ല. എനിക്ക് നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ, കാണാത്തതുകൊണ്ട് എനിക്ക് പറയാൻ കഴിയില്ല. ഓക്കെ. അപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇദ്ദേഹം ഒരു പ്രവാസിയായിരുന്നു എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വീട്ടില് ഭാര്യയെ കാണാൻ പറ്റില്ല, പോകാൻ പറ്റില്ല, വരാൻ പറ്റില്ല, പെട്ടെന്ന് അറിയില്ല. ഇപ്പൊ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. ഒരു 10-25 കൊല്ലം മുമ്പുള്ള അവസ്ഥ നിങ്ങളൊന്ന് എടുക്ക്. ഒരു 25 കൊല്ലം മുമ്പുള്ള അവസ്ഥ. അന്നും ഇതേ മനുഷ്യന്മാരിവിടെ ഉണ്ടല്ലോ. അതായത് പണ്ട് ദുബായ് കത്തുപാട്ട്, എസ് എ ജമീല് ദുബായ് കത്തുപാട്ടൊക്കെ ഇറക്കിയ ആ കാലത്ത് അറിയാലോ എങ്ങനെയാണ് പാട്ടെന്നുള്ളത്. എത്രയും ബഹുമാനപ്പെട്ട എന്റെ പ്രിയ ഭർത്താവ് വായിക്കുവാണെന്ന് പറഞ്ഞ പാടാനുള്ള മൂഡില്ല, അല്ലെങ്കിൽ ഞാൻ പാടി തന്നേനെ. ഞാൻ ആ പാട്ട് പാടുന്ന തന്നെയാണ്. അപ്പോ ആ കാലത്ത് നമ്മൾ ഇവിടെ നിന്ന് ഫ്ലൈറ്റ് കയറി ഗൾഫിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഫ്ലൈറ്റ് കയറുന്നത് കാണാൻ കുടുംബാംഗങ്ങൾ മുഴുവൻ വരും. ടാറ്റത്തെന്ന് നമ്മളെ പറഞ്ഞു വിടും. അത് ആ കണ്ണാടി ചില്ലിലൂടെ നമുക്ക് കാണാൻ വരെ, പക്ഷെ അവര് കണ്ണാടി ചില്ലിനെ നോക്കിയാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പൊ നമ്മളിങ്ങനെ കാണിക്കും, അത് അവർ കാണൂല. അപ്പൊ ആ ഇതിൽ യാത്ര അയച്ച് തിരിച്ചു വരും. തിരിച്ചു വരുമ്പോ ആൾ അവിടെ എത്തിയിട്ടുണ്ടാവും. നമ്മൾ തിരികെ വീട്ടിലെത്തുമ്പോഴും അതിനു മുമ്പ് ആ ആൾ അവിടെ ഗൾഫിൽ എത്തിയിട്ടുണ്ടാവും. പക്ഷെ അയാൾ അവിടെ എത്തി എന്നുള്ള വിവരം നമ്മൾ അറിയുന്നത് ഒരു 15 ദിവസം കഴിഞ്ഞിട്ടാണ് അല്ലേ. ആദ്യത്തെ കത്ത് വരുന്നത് 15ാമത്തെ ദിവസമാണ് അവിടെ നിന്ന് കത്തിടുന്നത്. 15 ദിവസം എടുക്കും ഇവിടുന്ന് ഒരു കത്ത് ഒരു 2-3 ദിവസം കൊണ്ട് മറുപടി എഴുതിയിട്ടാൽ അടുത്ത 15 ദിവസം കഴിയുമ്പോഴാണ് ആ കത്ത് അവിടെ കിട്ടുന്നത്. അപ്പൊ ഇതായിരുന്നു നമ്മുടെ അന്നത്തെ അവസ്ഥ. അതായത് ഒരു മാസത്തിൽ ഒരു കത്ത് ഒക്കെയായിരുന്നു നമ്മുടെ അന്നത്തെ അത്. അപ്പൊ ഇവിടെ ഭാര്യ പ്രസവിച്ചു എന്നോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറ്റിയെന്നോ ഒരു വിവരം അവിടെ അറിയിക്കണമെന്നുണ്ടെങ്കിൽ അന്നത്തെ അവസ്ഥ എന്തായിരുന്നു? ഒരു നിവൃത്തിയില്ലായിരുന്നു. അതായിരുന്നു അവസ്ഥ. അതുപോലെ ഒരു മരണം അറിയിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് ഒരു മെസ്സേജ് അയക്കാൻ പറ്റും. അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ഗ്രൂപ്പിൽ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഇടാൻ പറ്റും. അങ്ങനെ പലതും ചെയ്യാൻ പറ്റും. മുമ്പ് വണ്ടി എടുത്ത് പോകുകയായിരുന്നു ചെയ്തിരുന്നത്. അതായത് ഇന്നത്തെ നമ്മൾ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പല കാര്യങ്ങളും അന്ന് ആ സൗകര്യങ്ങൾ ഇല്ലാതിരുന്നത് കൊണ്ട് അതൊരു ബുദ്ധിമുട്ടല്ലായിരുന്നു. അത് നമ്മൾ യോജിച്ചു പോയിരുന്നു. നമ്മൾ എപ്പോഴും ആത്മഹത്യയെ വിലയം പ്രാപിക്കുന്നത് നമ്മുടെ ഇന്നത്തെ സൗകര്യങ്ങൾ നോക്കിയിട്ടാണ്. ഇന്നത്തെ അവസ്ഥ, അന്നത്തെ ഗൾഫിന്റെ കാര്യങ്ങൾ ആലോചിച്ച് നോക്കി. ഇന്ന് നമ്മൾ ഗൾഫിൽ പോകണമെങ്കിൽ ഇവിടെ നിന്ന് അമേരിക്കയ്ക്ക് പോയാലും ഇവിടെ നിന്ന് അവിടെ ഇറങ്ങുമ്പോൾ, ഞാനിപ്പോ ഫ്ലൈറ്റിൽ എടുക്കാൻ കഴിയില്ല, അവിടെ ഇറങ്ങി കഴിഞ്ഞ് ഞാൻ എയർപോർട്ടിൽ നിന്നാണ് കേട്ടോ ഞാൻ ഇവിടെ ഇറങ്ങി, ഇതേ കുഞ്ഞാപ്പൂട് ഉണ്ടായിരുന്നു, ഇതേ കണ്ടോ എന്നിങ്ങനെ കാണിച്ചു കൊടുക്കും ഇല്ലേ. അതാണ് നിലവിലുള്ള ഒരവസ്ഥ. അപ്പൊ ഈ അവസ്ഥയിൽ ഇവിടെ നിന്ന് ഒരാൾ ഗൾഫിലേക്ക് പോയിട്ട് 2 ദിവസം മറുപടി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വെപ്രാളവും ബേജാറും എല്ലാം തുടങ്ങും ഇല്ലേ. അപ്പോൾ നമ്മുടെ സൗകര്യങ്ങളും നമ്മുടെ സാഹചര്യങ്ങളും അനുസരിച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ആത്മഹത്യാ പ്രവണത കയറി വന്നിട്ടുള്ളത്. അത് ഒരു ഭാഗം. സ്ട്രെസ് ഒന്ന്, പിന്നെ സാഹചര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒന്ന്. പിന്നെ ജോലിയിൽ ഉണ്ടാകുന്ന പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ ഈ വീഡിയോ ഇന്ന് പോലീസുകാർ കേൾക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കുറച്ചുപേര് വിളിച്ചിരുന്നു ഞങ്ങൾ എന്തായാലും ലൈവിൽ ഉണ്ടാകുമെന്ന്. അതുകൊണ്ട് ആ പോലീസുകാരോടും അവരുടെ സഹപ്രവർത്തകരോടും ഇനി കാണുന്ന മറ്റു പോലീസുകാരോടുമാണ്, നിങ്ങളുടെ ഈ സ്ട്രെസ്സിന് പ്രധാന കാരണം നമ്മുടെ സർക്കാരാണ്. ആ കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ആ 1984-85 കാലത്തെ ആ പോലീസ് സ്ട്രെങ്തിൽ നിന്ന് ഒരു ചെറിയൊരു മാറ്റം മാത്രമാണ് 2024 ഉണ്ടായിട്ടുള്ളത്. അതിൽ തന്നെ നിയമപാലനത്തിന് പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട ലോക്കൽ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട പോലീസുകാർ കുറവാണ്. ബാക്കിയുള്ളവർ സ്പെഷ്യൽ ബ്രാഞ്ചിലും അതുപോലെ മുഖ്യമന്ത്രിയുടെ മറ്റു മന്ത്രിമാരുടെയും മേഖലകളിലും അതുപോലെ തന്നെ SP ഓഫീസുകളിലും മറ്റു ഓഫീസുകളിലും ഒക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്, ജനങ്ങളുമായി ബന്ധപ്പെടുന്നില്ല. അതായത് ജനങ്ങളുടെ ക്രമസമാധാന പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോലീസുകാരുടെ എണ്ണം തുലവും കുറവാണ്. അതിനിടയിൽ നമ്മുടെ സർക്കാരിന്റെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന, സർക്കാരുമായി ചേർന്ന് നിൽക്കുന്ന കുറച്ച് വലിയ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ കുറച്ചു പേരുണ്ടാവും. സർക്കാരിന്റെ പിണികളായിട്ട് നിർത്തുന്ന കുറെ ആൾക്കാർ. അവരെപ്പോഴും സുരക്ഷിതമായ ഒരു കസേര, ഞാൻ എൻ്റെ വീഡിയോ പറഞ്ഞ പോലെ ചന്തയിൽ വേറെ ഇറങ്ങിയിട്ടുണ്ടാവും, അതുകൊണ്ട് അവരെ കസേര അവിടെ തന്നെ ഇരിക്കും, അപ്പൊ സുരക്ഷിതരാണ്. അവരവിടെ നിന്നുകൊണ്ട് സർക്കാരിന്റെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി, പണ്ടങ്ങനെ ഇല്ലായിരുന്നു, അവർ ഇങ്ങോട്ട് ഓരോന്ന് ഇറക്കി വിടും. ഓരോ ഉത്തരവുകളും ഇറക്കുന്നു, സ്ട്രെസ് കൊടുക്കുന്നു, നടപ്പിലാക്കാത്തതിന് തെറി വിളിക്കുന്നു. ഇത് ഈ രീതിയിൽ പറയുന്ന സമയത്ത് താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് തലപ്രാന്ത് പിടിക്കും. അങ്ങനെ തലപ്രാന്ത് പിടിക്കുന്നത് എന്തിനാണ് നമ്മളൊരു പോലീസ് ഉദ്യോഗസ്ഥൻ പോലീസിൽ ജോലി എടുക്കുന്നത്?
ഈ രാഷ്ട്രത്തെ സേവിക്കാന്ന് കരുതിയിട്ടാണോ? ഇവിടെ നമ്മുടെ കേരളത്തെ അങ്ങ് സേവിച്ച് കളയാം, ഇവിടുത്തെ ക്രമസമാധാന നില മുഴുവൻ അങ്ങ് ശരിയാക്കി കളയാമെന്ന് കരുതിയിട്ടാണോ അവർ പോലീസ് ജോലിക്ക് ചെയ്യുന്നത്? അല്ല. അവർ വരുന്നത് സുരക്ഷിതമായ ഒരു ജോലി, അതും ഒരു ക്രമസമാധാന പാലകൻ എന്നുള്ള യൂണിഫോം ഉള്ള ഒരു ജോലി ആകുമ്പോൾ അതിലൊരു അഭിമാനമുണ്ട്. ആ അഭിമാനം കൊണ്ട് ആൾ കയറുന്നു. സാധാരണ രീതിയിൽ ട്രെയിനിങ് എല്ലാം, കഠിനമായ ട്രെയിനിങ്ങും എല്ലാം പരിശീലിച്ചുകൊണ്ട് അവർ കയറുന്നു, അവിടെ ജോലി ചെയ്യുന്നു. അപ്പോൾ ആ ജോലി കയറി വരുമ്പോഴാണ് ആ യൂണിഫോമിന്റെ സുഖം ഒന്ന് അറിഞ്ഞു വരുന്ന സമയത്താണ് മേള് നിങ്ങളുടെ തന്തയ്ക്ക് വിളിയും അപ്പനെ വിളിയൊക്കെ കേൾക്കുന്നത്. നല്ല തെറിയൊക്കെ കിട്ടുമെന്നാ പറഞ്ഞ്. ആ രീതിയിൽ നല്ല തെറി കേൾക്കുമ്പോൾ ഇയാൾക്ക് ആകെ പ്രാന്തളവും. ആ ഉദ്യോഗസ്ഥനെ തെറി വിളിക്കാൻ പറ്റില്ലല്ലോ. അതല്ലെങ്കിൽ വല്ല സിനിമയിൽ മോഹൻലാലൊക്കെ ചെന്നിട്ട് കഴുത്തിനെ ചവിട്ടി പിടിച്ചുകൊണ്ട് തെറി വിളിക്കുന്ന പോലെ വിളിക്കാൻ കഴിയണം. ഇത് റിയൽ ലൈഫാണ്, ഇവിടെ അത് നടക്കില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും തൊട്ട് താഴെയുള്ള ഉദ്യോഗസ്ഥനെ ഡിവൈഎസ്പി നേരെ അവിടുത്തെ സി ഐമാരെ നന്നായിട്ട് അലക്കും. ഈ സി ഐക്ക് ഡിവൈഎസ്പി വിളിക്കാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. അപ്പൊ നേരെ തൊട്ട് താഴെയുള്ള ആൾക്കാർ, ഒരുപക്ഷെ അയാൾക്ക് കണ്ടുകൂടാത്ത ആൾക്കാർ, ഇയാൾക്കിട്ട് പാര പണിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇങ്ങോട്ട് കയറും. ഇതിങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ഒരു കുഴപ്പം എന്താണെന്നറിയോ? സുനാമി പോലെയാണ്. സുനാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കടലിൽ ഒരു ചെറിയ തിര പോലെ, ഉൾക്കടൽ തിര ഉണ്ടാവൂല, അറിയാലോ. ആ ഒരു തിര രൂപപ്പെട്ടു കഴിഞ്ഞാൽ അത് തീരത്തേക്ക് വരുന്നത് അനുസരിച്ച് ശക്തി പ്രാപിക്കും. അത് തീരത്തെത്തുമ്പോഴേക്ക് അത്യാവശ്യം മീറ്ററുകളോളം ഹൈറ്റുള്ള വലിയ തിരയായിട്ട് അടിച്ചങ്ങോട്ട് കയറുകയാണ് ചെയ്യുക. അപ്പൊ അതൊരു വലിയ സുനാമി ആയിപ്പോവും. എന്നതുപോലെ മുകളിൽ നിന്ന് പ്രഷർ തുടങ്ങി താഴേക്ക് പ്രഷർ എല്ലാം കൂടെ എത്തി താഴെ CPI എത്തിച്ചേരുമ്പോൾ ഹൈ പ്രഷർ ആയിരിക്കും. ഇതെല്ലാം കൂടിയാണ് ഒരു പ്രതിയായിട്ട് കൊണ്ട് ചെല്ലുന്നവനോ അല്ലെങ്കിൽ കേസ് പറയാൻ ചെല്ലുന്നവനോ ഈ സമയത്ത് ഇങ്ങനെ തൽപരാന്ത് പിടിച്ചിരിക്കുന്ന സമയത്തായിരിക്കും ചെന്ന് കയറുന്നത്. അവൻ വെച്ച് ചാമ്പി കൊടുക്കും. അവിടെയും പ്രശ്നമാണ്. ആ സമയത്ത് ലോക്കൽ പോലീസ് വർക്ക് 16+ hours ഡെയിലി റിസേർച്ച് ജോലി ഇറിറ്റേഷൻ. അതെ, അതന്നെ മുഹമ്മദ് സിറാജുദ്ദീൻ, അത് തന്നെയാണ് അതിന്റെ അവസ്ഥ. അപ്പോ ഇതിന്റെ ഒരു വരവാണ്. അപ്പൊ പോലീസുകാരിൽ നല്ലൊരു ഭാഗം പോലീസ് പണി ഉപേക്ഷിച്ച് മറ്റുള്ള പണികൾക്ക് പോകാനെ തയ്യാറെടുക്കുന്ന ഒത്തിരി പേരെ എനിക്കറിയാം. അത്രത്തോളം പ്രഷറുണ്ട്. ഇതെങ്ങനെ മാറ്റാൻ പറ്റും? അതിന് സർക്കാർ തന്നെ വിചാരിച്ചേ പറ്റുള്ളൂ. ഈ ആത്മഹത്യ തടയാൻ, അതായത് ഇന്നിപ്പോ അവിടെ ഒരു പോലീസുകാർ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നത് തെക്കൻ കേരളത്തിൽ. അതുപോലെ ഇന്നലെ അരീക്കോട് ഒരു പോലീസുകാർ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നു. അതുപോലെ മറ്റ് ജോലിയുടെ സമ്മർദ്ദം മൂലം ആരൊക്കെ എവിടെയൊക്കെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടോ അതിന്റെ ഒക്കെ ഉത്തരവാദി എന്ന് പറഞ്ഞാൽ അതത് സമയത്ത് ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പും മറ്റു മന്ത്രിമാരുമാണ്. സർക്കാരാണ് അതിന്റെ മൂല കാരണം എന്ന് പറയുന്നത്. അവിടെ നിന്ന് കൊടുക്കുന്ന പ്രഷർ താഴെ എത്തണം. ഇവിടെ എത്തുമ്പോൾ മറ്റു ലെവലിലായിരിക്കും. അത് ഏതുപോലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ടൊരു ഈ TV-ലൊക്കെ ചാനലിലൊക്കെ ഒരു കളി, വീഡിയോസിലൊക്കെ ഒരു കളി വരും. ഒരാൾ വന്നിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കും, അങ്ങനെ ആക്കാൻ പറയും. അതിങ്ങനെ ഒരു 10 ആൾക്കാർ ഇങ്ങനെ കറങ്ങി, ഒരു 10-25 ആൾക്കാർ കറങ്ങിയിട്ട് മറ്റേ ആൾ വരുമ്പോഴത്തേക്ക് അടുത്ത ആൾ ഇങ്ങനെ ആയിരിക്കും പറയുക. അത്രേ ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ല? അത്രത്തോളം വ്യത്യാസം ഉണ്ടാവും. എന്ന് പറയുന്നത് പോലെ മുകളിൽ കൊടുക്കുന്ന ആ ഒരു പ്രഷർ അല്ല താഴേക്ക് എത്തുന്നത്. അത് മറ്റു പല രീതിയിലും താഴേക്ക് എത്തുമ്പോൾ താഴെ ഇവരുടെ ഇറിറ്റേഷനും ഈ പറഞ്ഞതുപോലെ ഇറിറ്റേഷനും അല്ല ഈ സ്ട്രെസ്സും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും ഫയർ ചെയ്യാണ് ചെയ്യുക നല്ല രീതിയിൽ. നമ്മൾ ഈ അടുത്ത കാലത്ത് ഒരു വീഡിയോ കണ്ടില്ലേ, മോനെ നിനക്ക് ലീവ് വേണം, അത് പറ്റില്ലടാ, വടാ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു CPOയോട് ചൂടാകുന്നത് നമ്മൾ കണ്ടില്ലേ? ഒരു CI ചൂടാകുന്നത്, വളരെ മോശമായിട്ട് ചൂടാകുന്ന വീഡിയോ പ്രചരിച്ചിരുന്നല്ലോ. ആരോ അടുത്ത് പ്രചരിച്ചാണ്. സത്യത്തിൽ ഇതൊക്കെയാണ് അതിന്റെ കാരണം. അതിന് അതത് സമയത്തെ സർക്കാരാണ് അതിന്റെ കാരണം. പണ്ട് ഇത് വലിയ കുഴപ്പമില്ലായിരുന്നു. അന്ന് സ്വതന്ത്രമായിട്ട് പോലീസ് സേന സ്വതന്ത്രമായിരുന്നത് കൊണ്ട് അന്ന് വലിയ പ്രശ്നമില്ലായിരുന്നു, ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ പോയി. പക്ഷെ ഇന്ന് അതല്ല. ഇന്ന് ഭരണകക്ഷിയിൽ അധിഷ്ഠിതമാണ് ഈ ഒരു സംവിധാനം എന്ന് പറഞ്ഞത്. പ്രത്യേകിച്ച് ഈ ഭരണകാലത്ത് കുറച്ച് കൂടുതലുമാണത്. മൊത്തത്തിൽ നമുക്കറിയാലോ, ഞാനവരെ കുറ്റം പറയുന്നതല്ല, കുറച്ച് കൂടുതലാണ്. പോലീസിന് സ്വതന്ത്രമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല, സാധിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും ആത്മഹത്യ കൂടും, ആ സ്ട്രെസ് കൂടി വരും. ഈ സ്ട്രെസ് കുറയ്ക്കാനുള്ള സംവിധാനങ്ങളാകട്ടെ സർക്കാർ ചെയ്യുന്നുമില്ല യാതൊരു വിധത്തിലുള്ള. ഇന്ന് ഞാനൊരു CI ആയിട്ട് സംസാരിച്ചു, എന്നല്ല കുറെ CIമാരോട്ട് സംസാരിച്ചു. ഇന്ന് ലൈവ് ചെയ്യുന്നതിന് മുമ്പ് അവരുടെ കുറച്ച് പ്രശ്നങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു. എനിക്കറിയാം അവർ ഫോണിൽ സംസാരിക്കില്ല എന്ന്. പക്ഷെ എന്നെ അറിയുന്ന ചിലരായതുകൊണ്ട് ഞങ്ങളുടെ പേര് പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ ഞങ്ങളോട് ഷെയർ ചെയ്തു. അതൊക്കെയാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ചിലർ സംസാരിക്കാൻ തയ്യാറാവുകയുമില്ല. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കാരണവശാലും അവർ പറയുന്ന ആ വിഷമങ്ങളും ആ സങ്കടങ്ങളും നമ്മൾ
നമ്മുടെ വീഡിയോയിലൂടെ കാണാൻ പുറത്ത് വിട്ടു കഴിഞ്ഞാൽ അത് പിന്നെ അതിലും പ്രശ്നമാണ്. അപ്പോ മുള്ളിന്റെ മുനയിൽ നിന്നുകൊണ്ടാണ് ഓരോ പോലീസുകാരനും ജോലി ചെയ്യുന്നത്. അത്രത്തോളം സ്ട്രെസ്സാണ്. കയ്യാലെ പുറത്തിരിക്കുന്ന തേങ്ങ എന്ന് പറയാൻ പറ്റൂല. അതിനേക്കാളും വീതി കുറഞ്ഞ ഒരു 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 സ്ഥലത്ത് വെച്ചേക്കുന്ന ഒരു എന്തോ അങ്ങനെ കരുതാൻ പറ്റും. കോഴിമുട്ട പോലെ എന്നേ പറയാൻ പറ്റുള്ളൂ. അങ്ങോട്ട് വീണാലും ഇങ്ങോട്ട് വീണാലും അവിടെ ഇരുന്നാലും പൊട്ടും. അപ്പോൾ ആ നിലയിൽ വളരെ സൂക്ഷ്മമായി അവരവിടെ ഇരിക്കുന്ന പോലീസുകാർ. അതുകൊണ്ടാണ് അവർക്ക് ആ സ്ട്രെസ് വളരെ പെട്ടെന്ന് കയറുന്നത്. ഇപ്പോ ASI ആയിട്ടിരുന്ന പിന്നെ പാലനാട്ട് ശ്രീകുമാർ ആത്മഹത്യ ചെയ്തത് അങ്ങനെയാണ്. അദ്ദേഹം ഇൻവെസ്റ്റിഗേറ്ററാണ്. ഞാൻ അന്നൊരു വീഡിയോ ചെയ്തിരുന്നു. അന്ന് വീഡിയോ ചെയ്യുന്ന സമയത്ത് അവരുടെ മറ്റു കുടുംബാംഗങ്ങൾ ഞാനുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. ആ പറഞ്ഞിരുന്നത് ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ നമ്പർ തപ്പിയെടുത്തിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു. അതിന് ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നമുക്കിത് സൊല്യൂഷൻ ഉണ്ടാക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിത് എത്രയോ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ നവംബർ അവസാനമായപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു 3-ാം തീയതി മുതൽ ഡിസംബർ 3-ാം തീയതി മുതൽ 10 ദിവസം ഞാനത് പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഒരാളാണ് വന്നത്. ഒരേ ഒരാൾ മാത്രമേ പഠിക്കാൻ തയ്യാറായി വന്നുള്ളൂ. എല്ലാവർക്കും പ്രശ്നമുണ്ട്, എല്ലാവർക്കും ആത്മഹത്യ ചെയ്യണം, എല്ലാവർക്കും മറ്റു വിഷയങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇത് പരിഹരിക്കണമെന്ന് ആർക്കും താല്പര്യമില്ല. അപ്പോൾ ആത്മഹത്യ എന്ന് പറയുന്നത് ഒരു മനുഷ്യന് സ്ട്രെസ് കയറുമ്പോൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ആ സ്ട്രെസ് റിലീസ് ചെയ്യാനുള്ള, ഇറക്കി വിടാനുള്ള ആ ഒരു സന്ദർഭം എല്ലാ സ്ഥലത്തും ഉണ്ടാക്കിയാൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു വിഷയം ഉണ്ടാവില്ല. ഇനി ഞാൻ നേരത്തെ പറഞ്ഞത് പൊതുവായിട്ട് കാര്യങ്ങളെ എത്തുന്നതിന് മുമ്പ് മറ്റുള്ള കാര്യങ്ങൾ സമയം പോകുന്നതിന് മുമ്പ് ഒന്ന് തൊട്ട് പോട്ടെ. കടബാധ്യതയാണ് അടുത്തത്. കടബാധ്യത കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നവർ ഒരു 2-3-4 ലക്ഷം രൂപ മാത്രം ബാധ്യതയുള്ളവരാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്ത് കാണുന്നത്. വലിയ കടമുള്ളവർ, അവർക്ക് അതിനനുസരിച്ച് പ്രോപ്പർട്ടി മറ്റു കാര്യങ്ങൾ ഉണ്ടാവും. അതവർ വിറ്റിട്ടോ അല്ലെങ്കിൽ ഒരു പാർഷ്യലായിട്ട് വിറ്റിട്ടോ അവരത് പരിഹരിക്കാൻ ശ്രമിക്കുന്നത് കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാരോ മറ്റുള്ളവരോ ഒക്കെ സഹകരിച്ചു പോകുന്നതും കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ ഒരു 4-5 ലക്ഷം രൂപ മാത്രം കടമുള്ളവരും അതുപോലെ ഒരു ഇടത്തട്ടുകാരനേക്കാളും ഒരല്പം താഴ്ന്നവരായ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ കുടുംബത്തോടൊപ്പം ആത്മഹത്യ ചെയ്യുന്ന കണ്ടുവരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ആ നിലയിലേക്ക് താഴ്ന്നു താമസിക്കുന്നവരായിരിക്കും. വീടൊരു പക്ഷേ വലുതായിരിക്കും. ഞാൻ കൊറോണ സമയത്ത് ചിലരെയെങ്കിലും ഞാൻ സമീപിക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ട്. 2 നില വീട്, മുറ്റത്തൊരു ഇന്നോവ, പക്ഷെ വീട് പട്ടിണി. അങ്ങനെയുള്ള സാഹചര്യങ്ങളുള്ളവരുണ്ട്. പുറത്തേക്ക് പറഞ്ഞാൽ വിശ്വസിക്കില്ല. ആ സാഹചര്യങ്ങളിൽ നിൽക്കുന്നവർ, അങ്ങനെയുള്ളവർ ചിലർ ഞാൻ ഇത്ര കഴിവുകെട്ടല്ലോ, ഞങ്ങൾ ഇത്ര ദുരന്തത്തിലായല്ലോ, ഇനി ഞങ്ങൾക്ക് ഒരിക്കലും കയറി വരാൻ കഴിയില്ല എന്ന നിലയിൽ പറഞ്ഞുകൊണ്ട് പലരും ആത്മഹത്യയിലേക്ക് പോകുന്നുണ്ട്. അത്തരത്തിലൊരു കേസാണ് ഞാൻ എൻ്റെ ലൈവിൽ മുമ്പ് ഞാൻ ഇടപെട്ടത്. അത് ഞാൻ സോൾവ് ചെയ്തു. കുറെ ആൾക്കാരൊക്കെ എന്നോട് ചോദിച്ചു, നിങ്ങൾ പിന്നെ സാമ്പത്തിക സഹായം കൊടുക്കുമ്പോഴേക്കും, ഇപ്പൊ കഴിഞ്ഞ ദിവസം കൂടി ഒരു വീഡിയോന്റെ താഴെ കമന്റ് വരുന്നത് കണ്ടു. അത്തരത്തിൽ സാമ്പത്തിക സഹായം നിങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ആർക്കാണ് കൊടുക്കുന്നത് ഞങ്ങൾ അറിയണ്ടേ, കൊടുക്കുന്നവർ അറിയണമല്ലോ. ഞാനതിനെതിരാണ്. അറിയണ്ടെന്നാണ്. അത്തരത്തിലുള്ള കേസുകൾ അറിയണ്ട. പൊതുവായിട്ട് നമ്മളൊരു ഒരു അനൗൺസ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ അത് പ്രശ്നമില്ല. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് സോഷ്യൽ സ്റ്റാറ്റസായി ജീവിച്ചു പോകുന്ന ഒരാൾ, അവർ ഒരുപക്ഷെ മറ്റു ചില സാഹചര്യങ്ങൾ ഉണ്ടാവും. ആ സമയത്ത് അവരെ ഞാൻ പുറത്തേക്ക് ഇറക്കാറില്ല. അവരവിടെ ഇരുന്നാൽ മതി, ഞാൻ അവർ പറഞ്ഞാൽ മതി. അതിന് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി എന്നതാണ് ഞാൻ നിലപാടെടുക്കുന്നത്. ആ കർശന നിലപാടെടുക്കുന്നതിന്റെ ഉദ്ദേശം അതാണ്. അവരെ പൊതു നിരത്തിലേക്ക് നിർത്താൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ഞാനും നിങ്ങളും, എന്റെ വീഡിയോ 159 പേരാണ് ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരാൾ പോലും സ്വന്തമായി അവർ എന്തെങ്കിലും സാമ്പത്തികമായിട്ടോ മറ്റു കാര്യങ്ങളോ ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ അങ്ങാടിയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ കൈനീട്ടാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അവരുടെ പ്രതിസന്ധി തീരാൻ അവർ ആഗ്രഹിക്കുന്നുമുണ്ട്. ആ സന്ദർഭത്തിൽ ഇത്രയധികം കടബാധ്യതകൾ വന്നു കഴിഞ്ഞാൽ 2 ഓപ്ഷനാണ് അവർക്ക് അതിൽ നിന്ന് മോചിതനാകാനായിട്ടുള്ളത്. 2 ഓപ്ഷൻ. ഒന്ന്, ആരെങ്കിലും അവരെ ചെന്നിട്ട് സഹായിക്കണം. എങ്ങനെ സഹായിക്കണം? എനിക്ക് ഒഴിഞ്ഞ പൈസ, ഒരു 5 ലക്ഷം രൂപ എൻ്റെ ഒഴിഞ്ഞ പണമുണ്ട്, എനിക്കൊരു 4-5 വർഷത്തേക്ക് പ്രയാസം ഇല്ല, വേണ്ടാത്ത പൈസയാണ്, നീ ഒരു കാര്യം ചെയ്, ഇത് ബാങ്കിൽ അടച്ചിട്ട് പിന്നെ വരുമാനം ഉണ്ടല്ലോ എനക്ക്, ചെറിയ പൈസ ഒരുമിച്ച് തരാനല്ലേ ബുദ്ധിമുട്ടുള്ളൂ, അപ്പോൾ കുറേശ്ശെ നീ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടേക്ക് എന്ന് ആരെങ്കിലും സഹായിക്കണം. അത് മലയാളികൾ സഹായിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വേണ്ട, ഉണ്ടാവില്ല. പിന്നെ മലയാളിക്ക് മറ്റൊരു ശീലവും കൂടെ ഉണ്ട്. അങ്ങനെ ആരെങ്കിലും സഹായിച്ചാൽ അത് തിരിച്ചു കൊടുക്കുന്നതിനും ഇത് തന്നെയാണ് അവസ്ഥ. എങ്ങനെയാ? നമ്മള് ഒരു 20,000 റുപ്യ, ഒരു 50,000 റുപ്യ കടം വാങ്ങുന്നു. കടം വാങ്ങിയിട്ട് വളരെ അത്യാവശ്യമാണ്, ഇല്ലെങ്കിൽ എന്തൊക്കെയോ സംഭവിക്കും എന്ന് കരുതിയിട്ടാണ് ആ പൈസ കടം വാങ്ങുന്നത്. വാങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ 4 ദിവസം കഴിയുമ്പോഴത്തേക്ക് തരാന്ന് പറഞ്ഞ 4 ദിവസം കഴിയുമ്പോൾ 2 ദിവസം കൂടെ കേട്ടോ എന്ന് പറയും. 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് തരാട്ടോ, പൈസ ആകാത്തോണ്ടാണ് കേട്ടോ എന്ന് പറയും.
ഇങ്ങനെ ഓരോ തവണ കഴിയും, ആ തരാട്ടോ, ആ പൈസ ഉണ്ട് കേട്ടോ, ഞാൻ വരാട്ടോ. പിന്നെ ഈ ടോണ് മാറി മാറി വരും. പിന്നെ പൈസ തരൂലേ, തരാന്ന് പറഞ്ഞാല് ഞാനിപ്പോ എന്റെ പൈസ കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാ, എന്റെ വന്നിട്ട് വരാത്തോണ്ടല്ലേ ഞാൻ തരാത്തത്. പിന്നെ ഇതായിരിക്കും ടോണ്. പിന്നെ ഇങ്ങനെ മാറി മാറി വരും. ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടതാണ് ഇതുപോലെ 13 ലക്ഷം രൂപ 13 ലക്ഷം രൂപ കൊണ്ട് ഇങ്ങനെ വാങ്ങിയിട്ട് കൊടുക്കാത്ത ഒരു ഫാമിലി ആ പൈസ ചോദിച്ചു തന്നപ്പോൾ അവരുടെ അടിച്ച് ശരിയാക്കിയെന്ന് മാത്രമല്ല 10-25,000 റുപ്യ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നതും കേട്ടു. അപ്പോൾ ഇതും നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെ ഒരു ലോകം കൂടി ഉണ്ട്. ഇതുകൊണ്ടാണ് ഈ പണം കടം ലഭിക്കാത്തത് അല്ലെങ്കിൽ സഹായം ലഭിക്കാത്തത് എന്നുള്ളതാണ്. രണ്ടാമത്തത്, ഇത്തരത്തിൽ അതിന്റെ തന്നെ ഒരു പാർസൽ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ബാങ്കോ മറ്റോ ഒരു ഇത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു ചെറിയ രീതിയിലുള്ള മറ്റൊന്നും കൊടുക്കില്ല, ഒരു സൗകര്യം കൊടുക്കില്ല. അതിന്റെ കാരണം സിബിലാണ്. ഇടത്തട്ടുകാർക്ക് സിബിൽ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. സ്വാഭാവികം, എല്ലാവർക്കും അതാണ്. 750 എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവില്ല, ലോൺ കൊടുക്കുകയില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവസരമൊന്നും കടം വാങ്ങിയിട്ട് ചെയ്യാൻ, ക്ലോസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഇനി ഇത് നിവരാൻ പറ്റില്ല എന്ന് ചിന്തിക്കും. പക്ഷെ അവിടെ ഞാൻ അവരോട് പറയാറ്, അതിൽ നിന്നൊക്കെ മോചനം നേടി വരാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. ഇപ്പോ എന്റെ ലൈഫിൽ, എന്റെ കൗൺസിലിംഗ് ലൈഫിൽ 2004 മുതലാണ് തുടങ്ങിയത്. ഫാമിലി കൗൺസിലിംഗ് സ്ഥിരമായി ചെയ്തു തുടങ്ങിയത് 2014 മുതലാണ്. അപ്പൊ അത് മുതൽ ഇതുവരെയുള്ള ഒരു ഘട്ടം പരിശോധിക്കുകയാണെങ്കിൽ ഇതേപോലെ ആത്മഹത്യയുടെ വക്കിൽ വന്നിട്ടുള്ള ഒത്തിരി പേരുണ്ട്. എന്നെ രാത്രിയൊക്കെ ചിലർ വിളിക്കും. ഇപ്പൊ ഞാൻ ഫോൺ എടുക്കാറില്ല, കാര്യം അനാവശ്യമായിട്ട് വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. വിളിച്ചിട്ട് പറയുന്നത് ഞങ്ങൾ ഡിഫറെന്റ് ആംഗിൾസിന്റെ പിന്നെ പ്രേക്ഷകനാണ്, ഞങ്ങൾ സാർ ആ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ അന്നേരം ഉറക്കത്തിൽ 2 മണിക്ക് 3 മണിക്കാണ് വിളിക്കുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരാള് ഈ കയറിട്ടിട്ട് കാത്തുക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെന്ന് കരുതിയിട്ട് ചാടി ഫോൺ എടുക്കുന്നത്. അപ്പൊ ഇതാണ് അവസ്ഥ. ചിലര് നമ്മളിട്ട വീഡിയോ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഞങ്ങളെ തെറി വിളിക്കാനും വിളിക്കുന്നുണ്ട്. അങ്ങനെയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഫോൺ സൈലന്റ് ആക്കി വെച്ചിട്ടാണ് കിടക്കാറ്. ഈ ലൈവ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 11 മണി വരെ ഞാൻ കോളുകൾ അറ്റൻഡ് ചെയ്യും. അത് കഴിഞ്ഞാൽ ഞാൻ ഫോൺ സൈലന്റ് ആക്കി വെക്കും. പിന്നെ എനിക്ക് കുറച്ച് വർക്കുകളുണ്ട്, അത് ചെയ്തിട്ട് കിടന്നുറങ്ങും. പിന്നെ രാവിലെയാണ് ആ സൈലന്റ് മാറ്റുന്നത്. ഇപ്പൊ അതാണ് ശീലം. പിന്നെ എനിക്ക് പേഴ്സണൽ ഫോൺ വേറെ ഉണ്ട്. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ ആ നമ്പറിൽ വിളിച്ചോളൂ. അപ്പൊ അങ്ങനെയാണ് തിരക്ക് കൂടി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കടം വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് വ്യക്തികളിൽ നിന്ന് കടം വാങ്ങിക്കഴിഞ്ഞാൽ, ചിലര് വ്യക്തികളിൽ നിന്ന് 50,000, 1 ലക്ഷം, 2 ലക്ഷം വാങ്ങിയിട്ട് അതിന്റെ പേരിൽ വളരെ ടെൻഷൻ അനുഭവിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ ബാങ്ക് ലോണുകൾ എടുത്ത ശേഷം ആ ലോണ് തിരിച്ചടയ്ക്കാൻ കഴിയാതെ, അതായത് ബാങ്ക് പറയും 25,000 റുപ്യെങ്കിലും ഒരുമിച്ച് അടയ്ക്കാനുള്ള, അല്ലെങ്കിൽ 50,000 ഒരുമിച്ച് അടയ്ക്കാൻ പറ്റൂ. ചിലപ്പോൾ ഒരു 2 ലക്ഷം കുടിശ്ശിക ഉണ്ടാവും. ആ 2 ലക്ഷത്തിന് കുടിശ്ശിക ഉള്ളത് കൊണ്ട് ഒരു 5,000 രൂപ ഇയാളെ കയ്യിലുണ്ടാവും. ആ 5,000 കൊണ്ട് അടച്ചേക്കാന്ന് കരുതുമ്പോൾ ബാങ്ക് പറയും അത് പറ്റൂല, 50,000 അടയ്ക്കാൻ പറ്റുള്ളൂ പറയും. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഉള്ള ഒരു കുറുക്ക് വഴിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അത്തരത്തിൽ ബാങ്കിൽ ഇടപാടുണ്ടെങ്കിൽ, മറ്റേ വ്യക്തികളിലേക്ക് ഞാൻ വരാം. ബാങ്കിൽ എത്തരത്തിൽ നിങ്ങൾ കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ആ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എങ്ങനെയെങ്കിലും ഒന്ന് എടുക്കണം. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്താൽ, അക്കൗണ്ടിൽ ലോണിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്താൽ അതിനകത്തുണ്ടാവും ബാങ്ക് അക്കൗണ്ട് നമ്പർ. സഹകരണ ബാങ്കുകളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, മറ്റു ബാങ്കുകളുടെ. അപ്പോൾ ആ ബാങ്ക് അക്കൗണ്ട് നമ്പർ പേടിഎമ്മിലോ ഗൂഗിൾ പേയിലോ ഏതിലാണ് യോജിപ്പിക്കാൻ കഴിയുന്നത്? മിക്കവാറും പേടിഎമ്മിൽ മിക്കവാറും എല്ലാം യോജിപ്പിക്കാൻ കഴിയുന്നുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ബാക്കി ലോൺ ബാലൻസ് എത്രയാണ് കുടിശ്ശിക അടയ്ക്കാനുള്ളത് എന്ന് കാണാൻ പറ്റും. അതിലൂടെ നമുക്ക് 10 രൂപ വേണമെങ്കിലും അടയ്ക്കാം. 10 രൂപ വേണമെങ്കിലും നമുക്ക് അടയ്ക്കാം. ഒരു മാസം ഒരു 10,000 12,000 രൂപ അടവുണ്ട്, നമുക്കത് ഒരുമിച്ചെടുക്കാൻ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലൂടെ കയറി നിങ്ങളുടെ കയ്യിലുള്ള 1,000 രൂപ നിങ്ങൾ അടച്ചേക്കുക. ഒരു 500 രൂപ വന്നു കഴിഞ്ഞാൽ അതും അടച്ചേക്കുക. വീണ്ടും 2,000 വന്നാൽ അതും അടച്ചേക്കുക. ഈ രീതിയിൽ നിങ്ങൾക്ക് അടയ്ക്കാൻ കഴിയുമ്പോൾ ഈ 10,000ത്തിന്റെ സ്ഥാനത്ത് 15,000 നിങ്ങൾക്ക് ഒരുപക്ഷെ അടയ്ക്കാൻ കഴിഞ്ഞു എന്ന് വരും. അങ്ങനെ നിങ്ങൾ അടച്ചുകൊണ്ട് പോകുന്നത് ബാങ്ക് അറിയില്ല. ബാങ്ക് ഇൻഡാസും തൂക്കി വരുന്നത് ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പുള്ള കടലാസം കൊണ്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വരിക. നിങ്ങളത് അടച്ചുകൊണ്ടിരിക്കുന്നവരെ അറിയില്ല. പണ്ട് 6 മാസമായിരുന്നു, ഇപ്പൊ 3 മാസം തിരിച്ചടവ് ചെന്നില്ല എന്നുണ്ടെങ്കിൽ ഇൻഡാസും തൂക്കി വരാന്നാണ്. പക്ഷെ ഈ 3 മാസത്തിനിടയിൽ നിങ്ങൾ ഈ രീതിയിൽ പണം അടച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നിയമപരമായി എന്റെ അറിവ് ശരിയാണെങ്കിൽ നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ പണം അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ വിധത്തിൽ നിങ്ങൾ സേഫ്റ്റി ആകാൻ പറ്റും. അപ്പോൾ ബാങ്ക് പറയാണ് 25,000 രൂപ മാത്രമേ അടയ്ക്കാൻ പറ്റുള്ളൂ, അതിൽ കുറച്ച് അടയ്ക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ 25,000 രൂപയ്ക്ക് വേണ്ടി മരിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ ഒരു 1,000, 500, 2,000, 3,000 വട്ടം കണ്ട് അടച്ചോ. ഒരു മാസം ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ 1-2 മാസം ആകുമ്പോൾ 25,000 കളഞ്ഞ് ചിലപ്പോൾ 30,000, 40,000 ചിലപ്പോൾ നിങ്ങൾ അടച്ചു എന്ന് വരും. കാര്യം ഒരു 1,000, 1,250 രൂപ കൂലി എന്തായാലും നമുക്ക് മിനിമം ഒരു 6 റുപ്യന്റെ പണി നമ്മൾ എടുക്കുന്നുണ്ട് കൂലിപ്പണിക്ക് പോയി കഴിഞ്ഞാലും. അതിൽ 2 ദിവസത്തിൽ ഒരിക്കൽ 2,000 രൂപ കിട്ടുമ്പോൾ അതിലൊരു 1,000 കടിച്ചു പിടിച്ച് നമ്മൾ അടച്ചാലും
ഒരു മാസം ഏറ്റവും ചുരുങ്ങിയത് നമുക്കൊരു ഒരു 10-12 റുപ്യെങ്കിലും നമുക്ക് അടയ്ക്കാൻ പറ്റും. ഒന്ന് അടയ്ക്കണം എന്ന് കരുതി, ഇല്ലെങ്കിൽ കടപ്പാടം നഷ്ടപ്പെടും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വയറൊന്നിറുക്കി പിടിക്കണം. ചമ്മന്തിയും ചോറൊക്കെ ചിലപ്പോൾ കഴിക്കേണ്ടി വരും ഈ ലോണ് കുടിശ്ശിക തീരുന്നത് വരെ. നമ്മളൊക്കെ അത് ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ആ നിലയിൽ ഞാൻ SBTയിൽ ഇത് പയറ്റി നോക്കിയിട്ടുള്ളതാ. 2007, 2008 കാലഘട്ടങ്ങളിൽ എനിക്കൊരു RR നോട്ടീസും കൊണ്ട് വന്ന സമയത്ത് ഞാൻ ഇതിനു മുമ്പ് ഇതാ ചെയ്തിരുന്നത്. എന്നോട് പറഞ്ഞത് 25,000 അടയ്ക്കാൻ കഴിയുള്ളൂ, 25,000 കൊണ്ടുവന്ന് അടയ്ക്കുമെന്ന് പറഞ്ഞു. എന്നാലും നമുക്ക് സമയം തരാമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ SBIയിൽ ചെന്നിട്ട് ബ്ലൂടൂത്ത്, അന്നങ്ങനെയാ, പിന്നെ ബ്ലൂടൂത്തിൽ അന്നത്തെ മൊബൈൽ ഫോൺ ആൻഡ്രോയിഡ് അല്ലല്ലോ, അതിൽ ബ്ലൂടൂത്ത് പിന്നെ ആ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ ഈ ബാങ്കിങ്ങിന്റെ അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ട് 500, 100, 200 ഇങ്ങനെ അടച്ചോണ്ടിരുന്നു. അപ്പൊ ഒരു മാസം ആകുമ്പോൾ സാധാരണ ഒരു 8,000, 9,000 അടയ്ക്കേണ്ട സ്ഥാനത്ത് 10, 12, 14 അടയ്ക്കാൻ തുടങ്ങി. അപ്പൊ ഇവര് വന്ന സമയത്ത് 1,30,30, 35,000 രൂപയോളം അടയ്ക്കാണ്ടായിരുന്നത് ഇവർ വരുമ്പോൾ ഏതാണ്ട് 62 72 മാത്രമേ അടയ്ക്കാനുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ അടച്ചു കഴിഞ്ഞു. ഇതാണ് നമ്മളോട് ഒരു ബാങ്ക് പറഞ്ഞാൽ അതിനെ തുറക്കുന്ന പണി മറുവശത്ത് വേറെ കിടപ്പുണ്ട്. അതിനാണ് ഇവിടെ മൊബൈൽ ആപ്ലിക്കേഷനൊക്കെ ഉള്ളത്. അതിലൂടെ പേടിഎമ്മിലൂടെയൊക്കെ നമുക്ക് ആ ലോൺ അക്കൗണ്ടിലേക്ക് പണം അടയ്ക്കാൻ സാധിക്കും. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ലോൺ തുക കഴിയുന്നത്ര നിങ്ങൾ അടച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാധ്യത കുറഞ്ഞു വരും. ബാങ്കിലാകുമ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ അടച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പലിശയെ വരുള്ളൂ. അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് അടച്ചുകൊണ്ടിരിക്കാം. ഇതേ രീതിയിൽ വാഹനം അടവെടുത്തിട്ടുള്ളോ മറ്റുണ്ടെങ്കിൽ അതും ചെയ്യാം. ആ രീതിയിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു പരിധി വരെ നിങ്ങൾക്ക് മോചനം നേടാൻ പറ്റും. ഇനി വ്യക്തികളിൽ നിന്ന് നിങ്ങൾ കടം വാങ്ങിയെന്ന് കരുതൂ, എങ്ങനെ അതിൽ നിന്ന് മോചനമാവും? തുറന്നു പറയാം. ഞാനൊക്കെ ചെയ്യുന്നതും നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞ് അവർ ചെയ്തതുമായ കാര്യമാണ്. ഇന്ന് പൈസ കൊടുക്കാനുണ്ട് എന്ന് കരുതിയിട്ട് നിങ്ങളെ വീട് കയറി ആക്രമിക്കാനോ നിങ്ങളെ പിടിച്ചിറക്കി വിടാനോ ഒന്നും ആർക്കും അധികാരമില്ല. അതൊന്നും സംഭവിക്കില്ല. ആകെ സംഭവിക്കുന്നത് നിങ്ങളെ വന്ന് വഷളാക്കി വിരട്ടി താറടിച്ച് കണ്ട് തെറി വിളിച്ച് കണ്ട് ഒരു സീൻ ഉണ്ടാക്കും. ഇതാണ് അവർ ചെയ്യുക. നിങ്ങൾ അത് മടിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ അവർക്ക് പണം എന്ത് ചെയ്താലും വേണ്ടില്ല കൊണ്ട് കൊടുക്കാന്ന് പറയുന്നത്. ഓരോരുത്തൻ ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങളെ മേക്കിട്ട് അങ്ങോട്ട് കയറാണ് കേട്ടോ. ഞാൻ ഈ പറയുമ്പോഴത്തേക്കും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടാ. ഉളുപ്പ് നാണോന്നും ആ കാര്യത്തിൽ എനിക്കില്ല ചോദിക്കുന്നതിന്. വേഗം അങ്ങോട്ട് ചെയ്താളി. ഓക്കെ. അപ്പോൾ ഒരുത്തൻ ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങളെടുത്ത് ഒച്ചമ്പിളി നായിട്ട് ഉണ്ടാക്കണം. മറ്റേ മോനെ മറിച്ച മോനെ കായുണ്ടോടാ, ഈ രീതിയിൽ സംസാരിക്കുമ്പോൾ മര്യാദയ്ക്ക് സംസാരിക്കണം. ഇങ്ങനെ പറയേണ്ടത്. മര്യാദയ്ക്ക് സംസാരിക്കണം. നിനക്ക് ഞാൻ പൈസ തരാണ്ട് ശരി, പക്ഷെ എന്റെ കയ്യിൽ പൈസ ഇപ്പൊ ഇല്ല, ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് എടുത്ത് തരും, ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ തരാത്തത്. ഒന്നുകിൽ എനിക്ക് സമയം തരണം, അതല്ല എന്നുണ്ടെങ്കിൽ എന്റെ അക്കൗണ്ട് നമ്പർ കൊണ്ടാ. ഞാൻ എനിക്കൊരു 50,000 തരാനുണ്ട്, അല്ലെങ്കിൽ 1,00,000 തരാനുണ്ട്. അത് ഒരുമിച്ച് തരാൻ ഈ അടുത്ത കാലത്തൊന്നും നടക്കാൻ പോകുന്നില്ല, ഒരിക്കലും നടക്കില്ല. ഇപ്പൊ ഒരു 5,000, 2,000, 3,000, 4,000, 5,000 ഒക്കെ എനിക്ക് തരാൻ കഴിയും. ചിലപ്പോൾ ഒരു 4, 5, 6 മാസം കൊണ്ട് നിന്റെ പൈസ പലിശ സഹിതം എനിക്ക് തന്നു തീർക്കാൻ സാധിക്കും. അതിനുള്ള അവസരം നിന്റെ ബാങ്ക് അക്കൗണ്ട് എനിക്ക് കൊണ്ടുവാ, ഞാൻ കണക്കെടുത്ത് വെച്ചോളാം. അങ്ങനെ ഞാൻ കുറേശ്ശെ അങ്ങോട്ട് ഇട്ട് തരാം. ഒരു 3, 4, 5 മാസം കഴിയുമ്പോൾ ആ പൈസ ഒരുമിച്ച് എടുത്തോ, അതേ നടക്കുള്ളൂ. അല്ലാതെ ഇവിടെ നിന്ന് ഡയലോഗ് അടിക്കുക, തെറി വിളിക്കുക വേണ്ട ചെയ്ത് കഴിഞ്ഞാൽ അത് ഞാൻ നിയമ നടപടി എടുക്കും. അത് പൈസ തരാളൊന്നും ഞാൻ നോക്കൂല. എനിക്ക് ഈ അവസരം തന്നു കഴിഞ്ഞാൽ ഞാനത് ചെയ്യാം. അതല്ല മാന്യമായിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് പറയാം, എന്റെ അവസ്ഥ ഇന്നതാണ്, ഞാൻ അന്ന് നിങ്ങളുടെ നിന്ന് പണം വാങ്ങുന്ന സമയത്ത് ഇതായിരുന്നു അന്നത്തെ അവസ്ഥ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കടം വാങ്ങിയത്. പക്ഷെ അതിനുശേഷം ഈ ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തി കുടുങ്ങിപ്പോയി. അതുകൊണ്ട് നിങ്ങൾ എനിക്കൊരു അല്പം സമയം തരണം, അതുപോലെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഒന്ന് തരണം. ഞാൻ ഇടുന്ന പൈസ നിങ്ങൾ അതിൽ നിന്ന് എടുക്കാതിരിക്കണം. എന്റെ കയ്യിലിരുന്നാൽ എന്റെ അത്യാവശ്യങ്ങൾക്ക് ഞാൻ എടുത്തു പോകും. അത്രത്തോളം ഞാൻ പ്രതിസന്ധിയിലാണ്. അപ്പൊ നിങ്ങൾ ഞാൻ കുറച്ച് ഞാൻ അങ്ങോട്ട് ഇട്ടിട്ട് തീർക്കാം എന്ന് പറയാം. ചെന്ന് പറയാം അവരോട്, നിങ്ങളുടെ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുക. അതല്ലെങ്കിൽ അവരെന്താ ചെയ്യാൻ പറ്റുന്ന ചെയ്തോട്ടെ എന്നേ. നിങ്ങൾ ഇല്ലാത്ത പൈസ നിങ്ങൾ നോട്ടച്ചടിച്ചെടുത്ത് കൊടുക്കുമോ? ഉണക്കാൻ വെച്ചിട്ടൊന്നുമില്ലല്ലോ. നിങ്ങള് കൊടുക്കാൻ കഴിയില്ല മനുഷ്യന്. ഇല്ലാത്ത പണം ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് കഴിയില്ല. നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. അവർ നിയമ നടപടി എടുക്കട്ടെ. നിയമ നടപടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 1, 2 കൊല്ലം കൂടെ അടയ്ക്കാൻ സമയം കിട്ടും. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇവരാരെങ്കിലും കോടതിയിൽ കൊണ്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ കോടതി എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റും, എങ്ങനെ കൊടുക്കാൻ പറ്റും എന്നാ ചോദിക്കുന്നത്. കോടതി പറയാം, എന്റെ റവന്യൂ ഇത്രേ ഉള്ളൂ, ഇന്ന രീതിയിലേ ഉള്ളൂ, എനിക്ക് ഞാൻ ഇത്ര രൂപ വെച്ച് ഞാൻ മാസം അടച്ച് തീർത്തോളാം എന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കും. നിങ്ങൾക്കത് സൗകര്യമാകേ ഉള്ളൂ. നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? അതുകൊണ്ട് അവർ പോലീസിൽ പോലീസുകാർക്ക് ഇപ്പൊ കേസ് അങ്ങനെയുള്ള കേസ് എടുക്കാൻ നിയമമില്ല. എന്നാലും പോലീസിൽ ചെന്ന് പറയുകയോ കോടതി പോവുകയോ ചെയ്യില്ല. കോടതി പോയാൽ നിങ്ങൾക്ക് 2 കൊല്ലം സമയം കിട്ടുന്നുണ്ടെങ്കിൽ ബുദ്ധിയുള്ളവരാണെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു 6 മാസം സമയം തരും. കുറേശ്ശെ അടച്ചോ എന്ന് പറയും. ഒരു 5,000, 10,000 ഒക്കെ ഇട്ട് അടച്ചോ, നീ 1,000, 2,000 ആക്കല്ലേ എന്ന് പറയും. ആ സമയം നിങ്ങൾക്ക് കിട്ടും.
എന്തിനാണ് നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോണത്? അതിന്റെ ആവശ്യമില്ല. ഏത് മലമറിക്കുന്ന പ്രശ്നമാണെങ്കിലും. ഇനി നിങ്ങൾ ഏറ്റവും വലിയ പ്രശ്നം, ഭയങ്കര പ്രശ്നമാണല്ലോ നിങ്ങൾക്ക്, ആ പ്രശ്നം ഞാനിപ്പോ 2 മിനിറ്റ് കൊണ്ട് തീർത്തുതരാം. ഏറ്റവും വലിയ പ്രശ്നം, അത് ഭാര്യന്റെ പ്രശ്നം, കുടുംബക്കാരുടെ പ്രശ്നം, സാമ്പത്തിക പ്രശ്നം, ബിസിനസ് ഡൗൺ ആയ പ്രശ്നം, സകലത പ്രശ്നം, ആകെ ടെൻഷൻ അടിച്ച് പ്രാന്തെടുത്ത് നടക്കുകയാണ് നിങ്ങൾ, അല്ലേ? അങ്ങനെയുള്ളവരാണല്ലോ ആത്മഹത്യ കയറെടുക്കുന്നത്. ഒരു നിമിഷം, ഇന്ന് ഇപ്പോ ഈ 9:20 എന്ന് പറയുന്ന ഈ സമയത്ത് നിങ്ങൾ എന്റെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഒരു രാത്രി ഒരു 10-11 മണിയായപ്പോൾ നിങ്ങൾ ഉറങ്ങാൻ കടന്നു. ഉറപ്പല്ലേ നിങ്ങൾ ഉറങ്ങാൻ കടന്നു എന്നുള്ളത്? ആ സമയത്ത് നിങ്ങൾ കൊടുക്കാനുള്ള പണത്തിന്റെ കണക്കുണ്ടായിരുന്നു, നിങ്ങൾക്ക് കിട്ടാനുള്ളതിന്റെ കണക്കുണ്ടായിരുന്നു, നിങ്ങൾ സകലമാന ആൾക്കാരുടെ കച്ചറ ഉണ്ടാക്കിയ സകലതും ഉണ്ടായിരുന്നു, സ്നേഹമുണ്ടായിരുന്നു, നിങ്ങളുടെ ബിസിനസ് ഉണ്ടായിരുന്നു, വരുമാനം ഉണ്ടായിരുന്നു, വരുമാന നഷ്ടമുണ്ടായിരുന്നു, കൂലി കിട്ടാനുള്ളതുണ്ടായിരുന്നു, കൂലി കൊടുക്കാനുള്ളതുണ്ടായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സകല പ്രശ്നങ്ങളും ഇന്നലെ നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോഴും ഉണ്ട്, ഇല്ലേ? ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങളും ഇന്നലെയും ഉണ്ട്. അപ്പൊ ഇന്നലെ നിങ്ങൾ ഉറങ്ങാൻ കിടന്നപ്പോ, അതിനുശേഷം നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞപ്പോ രാവിലെ എഴുന്നേക്കുന്നത് വരെ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടായിരുന്നോ? എന്തെങ്കിലും ഓർമ്മയുണ്ടായിരുന്നോ? ഒരു ഓർമ്മയും നിങ്ങൾക്കില്ലായിരുന്നു. നിങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്ന് പോലും നിങ്ങൾക്ക് ഓർമ്മ വന്നത് ഇന്ന് രാവിലെ ഉറക്കമണിച്ചപ്പോഴാണ്. ആണോ? ഞാൻ ചോദിക്കുന്ന സമാധാനം പറയാം. നിങ്ങൾ ടൈപ്പ് ചെയ്തിടി. ശരിയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, അല്ലെങ്കിൽ ലൈക്കൊക്കെ അടിച്ചോളി. ഞാൻ ചോദിച്ചത് ശരിയാണെന്നുണ്ടെങ്കിൽ. ഇന്നലെ നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളും, ആത്മഹത്യ ചെയ്യുമോ, ഇനി എന്ത് ചെയ്യും, ആരാണ് നമ്മളെ രക്ഷിക്കാൻ എന്ന രീതിയിൽ സകല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. എല്ലാ പ്രശ്നങ്ങളും എല്ലാ സന്തോഷങ്ങളും അവിടെ വെക്ക്. നിങ്ങൾ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ അതെല്ലാം നിങ്ങൾ അനുഭവിച്ചിരുന്നു. നിങ്ങൾ ഉറങ്ങിക്കഴിയുമ്പോൾ ഉറക്കത്തിൽ ഇത് വല്ലതും ഉണ്ടായിരുന്നു എന്നാ എന്റെ ചോദ്യം. ഇല്ല. രാവിലെ നേരം വെളുത്ത് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴാണ് തലേ ദിവസത്തെ ആ കാര്യങ്ങളെല്ലാം ഓർമ്മ വന്നത്. അപ്പോഴാണ് വീണ്ടും പ്രശ്നങ്ങൾ വന്നത്. അതായത് നമ്മൾ ഉറങ്ങിയപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ എങ്ങോട്ട് പോയി? അപ്പോ അതേ അവസ്ഥ തന്നെയാണ് നമ്മൾ മരണപ്പെട്ടാലും. മരണപ്പെട്ട് കഴിയുമ്പോൾ പ്രശ്നം അവിടെ അവസാനിക്കുകയാണ്, പിന്നെ പ്രശ്നമില്ല. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജീവിച്ചിരിക്കുമ്പോഴും ആ പ്രശ്നമില്ല എന്നങ്ങ് കരുതിയാൽ പോരെ? അത് കരുതിയിട്ട് അതിന്റെ സൊല്യൂഷനിലേക്ക് പോകാൻ എന്തുകൊണ്ട് നമുക്ക് കഴിയുന്നില്ല? ഒരു സൊല്യൂഷൻ ഇല്ലാതെ ഒരു പ്രശ്നവുമില്ല. പക്ഷെ കൃത്യമായി സൊല്യൂഷൻ പറഞ്ഞു തരാൻ കഴിയുന്ന ആൾക്കാരുടെ അടുത്തേക്ക് നമ്മൾ എത്തുന്നില്ല. അവിടെ ചെറിയ പ്രശ്നങ്ങളുണ്ട്, അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് സംശയിക്കപ്പെടുന്നത്. ഇപ്പോ പേഴ്സണാലിറ്റി അനാലിസിസിൽ കേരളത്തില് അരിക്ക സിലബസിൽ ഞാനിത് പഠിപ്പിച്ചു വരുമ്പോൾ എന്റെ ക്ലാസ്സിൽ പങ്കെടുത്തവർ കൃത്യമായിട്ട് പറയാണ്, സാബു സാറേ ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല, ഇത് സത്യത്തിൽ ഇത് പഠിച്ചില്ലെന്ന് ഞങ്ങൾ ആകെ കുടുങ്ങിയനെ എന്ന് പറയുന്നുണ്ട്. ഫാമിലി കൗൺസിലിംഗ് ഒരു ഒറ്റ സിറ്റിംഗിൽ ഞാൻ തീർക്കും. ഒരു സിറ്റിംഗ് അല്ലാതെ വേറൊരു സിറ്റിംഗ് എടുക്കില്ല. ഏത് മലമറിക്കുന്ന കേസോ ആയിക്കോട്ടെ, നിങ്ങൾ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തോ, നിങ്ങൾ ക്രിമിനൽ കേസ് ഫയൽ ചെയ്തോ, സ്ത്രീധനോ പീഡനോ ഗാർഹിക പീഡനോ എന്ത് തേങ്ങാപ്പിണ്ണാക്കുണ്ടായിക്കോട്ടെ, എനിക്കൊരു ദിവസം മതി. ഞാനത് പരിഹരിക്കുന്നത് ഈ രീതിയിൽ പരിഹരിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ആൾക്കാർ വിശ്വാസമല്ലേ, അവൻ വലിയ തള്ളാണ്, വലിയ തള്ളാണ് എന്നാ കരുതുക. അപ്പൊ അതാണ് ഇതിന്റെ അവസ്ഥ. ഈ തള്ളെന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പൊ സൊല്യൂഷൻ ശരിയില്ലാത്ത ഒരു വിഷയമില്ല. നമ്മൾ തുറന്നു പറയാ, കാര്യം പറയാം. അത് എന്നിട്ടും പറ്റൂല, നീ പൈസ തന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകുന്നു പറഞ്ഞ് എന്നാ നീ വാങ്ങിട്ട് പോയാ അവിടെ ഇരുന്നോ? ഇല്ലാത്ത പൈസ ഇവിടെ നിന്ന് ഉണ്ടാക്കാനോ? അവിടെ ഇരുന്നോ? എന്റെ കാര്യം ഞാൻ പറഞ്ഞു. പക്ഷെ എന്നെ മേത്തേക്ക് ഇവിടെ സംസാരിക്കാനോ മേത്തേക്ക് എടുക്കാനോ വന്നു കഴിഞ്ഞാൽ ഞാൻ നിന്റെ പേരിൽ കേസ് കൊടുക്കും. അത് വേറെ, ഇത് വേറെ. അത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിന്നെ ഒരു കച്ചറയ്ക്ക് മാറി നിൽക്കൂല. നമ്മൾ തുറന്നു പറയാത്തതാണ് പ്രശ്നം. പിന്നെ വേറെ ചിലർ നമ്മളോട് പറയുന്നുണ്ട്, നീ ഒരു അവധി പറ. അവധി പറയാൻ എനിക്ക് പറ്റില്ല. ഞാനിപ്പോ 20-ാം തീയതി ഒരു അവധി പറഞ്ഞു. അവധി പറഞ്ഞു കഴിഞ്ഞാൽ നീ 20-ാം തീയതി തരാമെന്ന് പറഞ്ഞല്ലേ എന്ന് അന്ന് ചോദിക്കും. എനിക്ക് കഴിയില്ല. പൈസ വരാൻ ഒരു മാർഗം ഉണ്ടോ ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ സംസാരിക്കുക. എനിക്ക് ഈ രീതിയിൽ തരാൻ പറ്റും. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇങ്ങനെ എനിക്ക് തരാൻ പറ്റും. കുറേശ്ശെ ഞാൻ എന്റെ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇട്ട് തരാം. അതേ കഴിയുള്ളൂ ഇപ്പോഴത്തെ അവസ്ഥയിൽ. അല്ലെങ്കിൽ കഴിയുന്നത് വരെ നിങ്ങൾ കാത്തിക്കണം. നിങ്ങൾ തീരുമാനിച്ചു എന്താ വേണ്ടെന്നുള്ളത്. ഇനി ഇതിനിടയിൽ മറ്റു പണം വരാനുണ്ടെങ്കിൽ നമുക്ക് ഞാൻ ആ വരുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് ഒരുമിച്ച് തരുകയും ചെയ്യാം. ഇതിപ്പോ ഈ കടം തീരാനേ എന്നേ പറ്റുള്ളൂ. അങ്ങനെ തന്നെ നടക്കുള്ളൂ. അപ്പൊ ആ നിലയിൽ അവരോട് തുറന്ന് സംസാരിച്ച് സമ്മതിക്കും. ഇല്ലെങ്കിൽ അവർ നിയമ നടപടി എടുക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേസ് കൊടുക്കട്ടെ, കോടതി പോയിക്കോട്ടെ. കോടതി വിളിക്കുമ്പോൾ ചോദിക്കും എന്നാ കൊടുക്കുക, എനിക്ക് ഇത്ര മാസം ഇത്ര വരുമാനമുള്ളൂ, ഇപ്പൊ ഇത്ര രൂപ വെച്ച് ഞാൻ മാസം കൊടുത്തോളാം. ഓക്കെ, സമ്മതിക്കും. കോടതി പറയുമ്പോൾ അയാളും സമ്മതിക്കും. ഇവിടെ ഒരു 6 മാസോ 7 മാസമോ കിട്ടുമായിരുന്ന പൈസ അയാൾക്ക് 2 കൊല്ലം 3 കൊല്ലം കഴിഞ്ഞേ കിട്ടുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ ആ പണിക്ക് അവർ നിൽക്കുവോ? നിൽക്കില്ല. അപ്പോ ഇതാണ് ഏത് മേഖലയിലും നമുക്ക് ആത്മഹത്യ എന്ന് പറയുന്നത് അങ്ങോട്ട് പോകുന്നു വേണ്ട. അതിനെ പ്രതിരോധിച്ച് നിൽക്കുക. നമ്മൾ ആത്മഹത്യ ചെയ്യുന്നതോട് കൂടി ശരിക്കും കുടുങ്ങുന്നത് ആരാ? നമ്മളിൽ പ്രതീക്ഷ അർപ്പിച്ച് നിൽക്കുന്ന നമ്മുടെ കുട്ടികള്, നമ്മുടെ ഭാര്യ, നമ്മുടെ മാതാപിതാക്കള്, പിന്നെ നമ്മുടെ സ്നേഹം സമ്പന്നരായിട്ട് നമ്മുടെ സുഹൃത്തുക്കള്, ഇവരൊക്കെയാണ്.
അവർ കുറെ കഴിയുമ്പോൾ അവരും നമ്മുടെ അവരെ ഓർമ്മയിൽ നിന്ന് നമ്മൾ മായും. പക്ഷെ നമ്മൾ കയറെടുക്കുന്നതിന് മുമ്പ്, വിഷം കുടിക്കുന്നതിന് മുമ്പ്, ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ചിന്തിക്കേണ്ട ഒരു ഒറ്റ കാര്യമാണ്. എന്താണെന്നറിയോ? നിങ്ങൾക്ക് ഈ മനോഹരമായ ഭൂമിയിൽ ഇനി ഒരു തിരിച്ചുവരവില്ല. പ്രതിസന്ധികളില്ലാതെ ആരും ഇവിടെ ജീവിച്ചിരുന്നിട്ടില്ല. നിങ്ങളുടെ പ്രശ്നമാണ് ഏറ്റവും വലുതെന്ന് നിങ്ങൾ കരുതുന്നു. ഏറ്റവും വലിയ വിഷയം നിങ്ങളുടേതാണെന്ന് കരുതുന്നു. മറ്റൊരുത്തന്റെ വിഷയം ചിന്തിക്കുമ്പോൾ അവന്റെ പ്രശ്നമാണ് വലുത് നിങ്ങൾ തിരിച്ചറിയും. നിങ്ങളോടിരുന്ന് സംസാരിക്കുന്ന ഞാനുണ്ടല്ലോ, നിങ്ങളോട് സംസാരിക്കുന്ന സാബു കൊട്ടോടി എന്ന് പറയുന്ന ഞാൻ, എന്റെ സകല സമ്പാദ്യങ്ങളും നശിച്ച് 1 രൂപ പോലും ഇല്ലാതെ ഇട്ടിരിക്കുന്ന പാന്റും ഷർട്ടും ഒരു ലാപ്ടോപ്പും ഒരു കാവസാക്കി ഡിസ്കവർ ബൈക്കും ഒരു ലാപ്ടോപ്പും ഒരു മൊബൈൽ ഫോണുമായി തെരുവിലേക്ക് 10 വർഷം മുമ്പ് ഇറങ്ങിയ മനുഷ്യനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിച്ചു തരുമോ? എനിക്കിത് പറയാനുള്ള യോഗ്യത ഉള്ളതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അന്ന് ഞാൻ എന്റെ വാടക റൂമിൽ കിടക്കുമ്പോൾ സഫാനും ഷംസും ഷാജിയും അടക്കമുള്ളവർ ലൈവ് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. അവരൊക്കെ എന്റെ വീട്ടിലേക്ക് പുലർച്ചെ 3 മണിക്ക് കയറി വരുന്നത് ഞാൻ ആത്മഹത്യ ചെയ്തോ ഇല്ലെന്ന് അറിയാനാ ഞാൻ എന്റെ വാടക വീട്ടിൽ കയറി വരും, വാടക റൂമിലേക്ക് കയറി വരുന്നത്. വാതിൽ തുറന്നിട്ടിട്ട് സുഖമായിട്ട് ഞാൻ ഉറങ്ങാ ചെയ്തത്. അതാണ് ശരിക്ക് നമ്മുടെ ഒരു ചിന്ത എന്ന് പറയുന്നത്. കാര്യം നമ്മളവിടെ നിലവിളിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല, സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല, സകല സമ്പാദ്യം പോകുമ്പോൾ നമ്മൾ ദുഃഖിച്ചിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് നമുക്കത് തിരിച്ചു കിട്ടില്ല. വാട്ട് ഈസ് നെക്സ്റ്റ്? ഇനി നമ്മൾ എന്ത് ചെയ്യണം? അതിനെക്കുറിച്ച് ചിന്തിക്കേ. അപ്പോൾ മരണം അകന്നങ്ങോട്ട് പോകും, നമുക്ക് വേണ്ടാന്ന് വെക്കും. വാട്ട് ഈസ് നെക്സ്റ്റ്? ഇനി നമ്മൾ എന്ത് ചെയ്യണം? എന്റെ ചിന്ത അതിലാണ് എത്തിയത്. അതുകൊണ്ടാണ് 2013 എന്ന് പറഞ്ഞ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ സംഭവിച്ചിട്ടുള്ള ആ ദുരന്തം ഇന്ന് 2024 ഡിസംബറിൽ എത്തുമ്പോൾ നിങ്ങളുടെ മുന്നിലിരുന്ന് അന്തസ്സോടെ സംസാരിക്കാൻ കഴിയുന്നത് അത് നേരിട്ടത് കൊണ്ടാണ്. നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ഞാൻ അപ്ലൈ ചെയ്തത് കൊണ്ട് എനിക്ക് ആണത്തത്തോടെ ഇരുന്ന് സംസാരിക്കാൻ പറ്റും, മനുഷ്യരായിട്ട് സംസാരിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വെറുതെ ഡയലോഗ് തള്ളിവിടുന്നതല്ല. ലൈവിലല്ലേ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്, ഇത് കേട്ടോണ്ടിരിക്കുന്നവരുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ആത്മഹത്യ എന്ന് പറയുന്നത് ഒന്നിനൊരു പരിഹാരമൊന്നുമല്ല. ആ പരിപാടിക്ക് ചിന്തിക്കുകയും വേണ്ട. ഈ പരിഹാരമില്ലാത്തൊരു വിഷയവുമില്ല. അങ്ങനെ നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് എന്നെ വിളിച്ചോ, ഞാൻ സൊല്യൂഷൻ പറഞ്ഞുതരാം. എന്റെ നമ്പർ ഡിഫറെന്റ് ആംഗിൾസിന്റെ എല്ലാ വീഡിയോന്റെയും എൻഡിൽ, ലൈവ് ഒഴികെയുള്ള മറ്റെല്ലാ വീഡിയോയുടെയും എൻഡിൽ എന്റെ നമ്പർ കൊടുത്തു വെച്ചിട്ടുണ്ട്. കിട്ടും. നിങ്ങൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇടുക, വാട്സപ്പിൽ ഇങ്ങനെ റിങ് ചെയ്യുക, ഞാൻ എടുത്തോളാം. പക്ഷെ വിളിച്ച് ശല്യപ്പെടുത്തുന്നത് കൊണ്ടാണ് ഞാൻ അതങ്ങനെ ഇപ്പൊ കൈകാര്യം ചെയ്യുന്ന ഒരു സാഹചര്യമുള്ളത്. നിങ്ങൾ വിളിച്ചോളൂ, അല്ലെങ്കിൽ തലേ ദിവസം വിളിച്ചോളൂ. രാത്രി എന്തിനാണ് നിങ്ങൾ ആത്മഹത്യ നിൽക്കുന്നത്? ഞാൻ ഇങ്ങനെ ഒരു പ്രശ്നത്തെ എത്ര ആൾക്കാർ വിളിക്കുന്നുണ്ട്. ഇന്ന് പകലും വിളിച്ചു, ഇന്നലെ വിളിച്ചു, ഒരുപാട് പേര് വിളിച്ചു. പക്ഷെ അധികം ഞാൻ സംസാരിക്കില്ല, എന്നോട് ദേഷ്യം തോന്നരുത്. കാരണം ഒത്തിരി ആൾക്കാർ വിളിക്കുന്നത് കൊണ്ട് 2, 3, 4 മിനിറ്റ് കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാറാണ് സാധാരണ പതിവ്. ഓക്കെ, അപ്പൊ ഇതാണ് നിലവിലുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇതുവരെ ഒന്നും ചോദിക്കാത്തത് കൊണ്ടാണ് ഞാൻ മറുപടി ഒന്നും പറയാതെ ഞാൻ ഇങ്ങനെ സംസാരിച്ച് പോയത്. അപ്പോൾ നിങ്ങൾ ആത്മഹത്യയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട, അതിന്റെ ആവശ്യമില്ല. ഈ സുന്ദരമായ ഭൂമിയിൽ ഇനി നമുക്കൊരു തിരിച്ചുവരവില്ല എന്ന് മനസ്സിലാക്കുക. ഇവിടെ ജീവിച്ച ഈ ജീവിതം അതിമനോഹരമായിട്ട് ജീവിക്കാൻ ഇനിയും ഇഷ്ടംപോലെ സമയമുണ്ടെന്ന് മനസ്സിലാക്കുക. ആ സമയത്തിൽ നമുക്ക് അനുവദിച്ചിട്ടുള്ള ആ സമയം നമ്മളായിട്ട് ജീവിതം അവസാനിപ്പിക്കാതെ, എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അത് മാറി ഒരു ഇറക്കമുണ്ടെങ്കിൽ ഒരു കയറ്റം ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ എങ്ങനെ നമുക്ക് അതിനെ പ്രതിരോധിക്കാം, എങ്ങനെ അത് മറികടക്കാം എന്ന് ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ സാഹചര്യം നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെ നമുക്ക് അതിജീവിച്ച് മുന്നോട്ട് പോകാമെന്നതിന്റെ തെളിവാണ് നിങ്ങളെ മുന്നിലിരിക്കുന്ന ഞാൻ. അതുപോലെ നിങ്ങൾക്കും അത് സാധിക്കും, ഏതൊരു മനുഷ്യനും സാധിക്കും. നിങ്ങൾക്ക് തന്നെ സാധിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു വിഷയവും ഒരു പ്രശ്നവും ഉണ്ടാകാതെ സുഖമായി ജീവിക്കാൻ കഴിയട്ടെ. ബിജുശ്രീ, ജ്യോതിശ്രീ, ഹായ്. ക്ലോസ് ചെയ്യണം കേട്ടോ, 9:30 നിർത്തുമ്പോഴാണ് വന്നത്. നിങ്ങൾ ഈ ലൈവ് ഞാനിപ്പോ ലൈവിലും അതുപോലെ തന്നെ പിന്നെ മറ്റേ ഫ്രണ്ടിലും ഞാൻ വീഡിയോസിലും ഞാൻ പബ്ലിഷ് ചെയ്യും, അവിടെ നിന്ന് കാണാം കേട്ടോ. ഞാനിപ്പോ അങ്ങോട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പോ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ ലൈവ് അവസാനിപ്പിക്കട്ടെ. 9:30 മണിയായി. നമ്മൾ 8:30 തുടങ്ങിയതാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പൊ ഇങ്ങനെയും കൂടിയൊക്കെയാണ്. നിങ്ങൾക്ക് പേഴ്സണാലിറ്റി അനാലിസിസ് ഒക്കെ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ, ജീവിച്ചു പോകണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ. ഞാൻ ലൈവ് ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ പബ്ലിഷ് ചെയ്തോളൂ. ഒരു 5 മിനിറ്റിനുള്ളിൽ ഞാൻ ഫ്ലൈറ്റ് മോഡ് മാറ്റും. അപ്പോൾ മുതൽ നിങ്ങൾക്ക് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന, എൻ്റെ ലൈവ് കണ്ടുകൊണ്ടിരുന്ന, എന്നോട് സഹകരിച്ച മുഴുവൻ ആൾക്കാർക്കും എല്ലാവർക്കും എൻ്റെ സ്നേഹ നിർഭരമായ എന്താ പറയാ ശൈല, ഓക്കെ. അപ്പോ
നല്ല ദിനം, നല്ലൊരു സന്തോഷകരമായ ഒരു ഉറക്കവും ശുഭകരമായ ഒരു ഉറക്കവും സമാധാനമായ ഉറക്കവും നാളത്തെ പകലുമൊക്കെ സന്തോഷകരമായിരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് വീണ്ടും മറ്റൊരു ലൈവിൽ കാണാം. ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ പോകുമ്പോൾ.